സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിന് വേണ്ടി തൃശൂർ അതിരൂപതയിലെ മേരിമാത മേജർ സെമിനാരിയിൽ അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് 2015 ഓഗസ്റ്റ് 15 സ്ഥാപിച്ചതാണ് ഈ ഗവേഷണ കേന്ദ്രം. അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവും പ്രൊഫസർ EJ തോമസ് SJ അച്ഛനുമാണ് പറോക്ക് അജപാലന രീതിശാസ്ത്രത്തിന്റെ മാസ്റ്റർ ബ്രെയിൻസ്. ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ സൈജോ തൈക്കാട്ടിലച്ചൻ പറോക്കിന് നേതൃത്വം നൽകുന്നു. പറോക്കിൽ 3 വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവര ശേഖരണ കേന്ദ്രം ഡാറ്റാ സെന്റർ, ഗവേഷണ കേന്ദ്രം റിസർച്ച് സെന്റർ, പരിശീലന കേന്ദ്രം ട്രെയിനിങ് സെന്റർ. ബഹുമാനപ്പെട്ട സാജൻ മാറോക്കി അച്ഛനും ബഹുമാനപ്പെട്ട ബിൽജു വാഴപ്പള്ളി അച്ഛനും ബഹുമാനപ്പെട്ട സാജൻ പിണ്ടിയാനച്ചനും ഈ 3 വിഭാഗങ്ങളുടെയും കോർഡിനേറ്റർമാരായി യഥാക്രമം സേവനം അനുഷ്ഠിക്കുന്നു. ഈ ഗവേഷണ കേന്ദ്രത്തിൽ പ്രധാനമായും ചെയ്യുന്നത് ശാസ്ത്രീയമായ വിശകലനം ചെയ്ത് എത്തിച്ചേരുന്ന കണ്ടെത്തലുകളോട് സാമൂഹികമായും വിശ്വാസപരമായും പ്രത്യുത്തരിക്കുവാൻ വിശ്വാസ സമൂഹത്തെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. ഇന്ന് നമ്മൾ നടത്തുന്ന ഈ വെബിനാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020 ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പിന്നോക്കാവസ്ഥ പരസ്യമായി അംഗീകരിക്കപ്പെടുന്നില്ല എങ്കിലും അത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന ആത്മവിമർശനം ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താൻ വേണ്ടത്ര പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുമില്ല. ഈ പശ്ചാത്തലത്തിൽ തൃശൂർ മേരിമാത മേജർ സെമിനാരിയിലെ ഗവേഷണ കേന്ദ്രമായ പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരത്തിലുള്ള പഠനവുമായി മുന്നോട്ട് വന്നത്. 2020 സെപ്റ്റംബർ മാസത്തിൽ നടന്ന സാമൂഹ്യശാസ്ത്ര മേഖലയിലെ വിദഗ്ധരുടെ സമ്മേളനത്തിൽ ഈ വിഷയം പഠനവിധേയമാക്കണമെന്ന നിർദ്ദേശമുണ്ടായി. അതനുസരിച്ച് ഈ മേഖലയിൽ നടന്ന സർവേകൾ, ഉദാഹരണമായി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് CDS നടത്തിയ 2018 സർവേ പഠിച്ച് വിശകലനം ചെയ്ത് കണ്ടെത്തിയ ചില നിരീക്ഷണങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസ് മുംബൈയിലെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായ പ്രൊഫസർ KS ജെയിംസ് ആണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തോടൊപ്പം പ്രൊഫസർ പീറ്റർ M രാജ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അസോസിയേറ്റ് പ്രൊഫസർ കില തൃശൂർ, പ്രൊഫസർ KP മാണി, ഫോർമർ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, പ്രൊഫസർ ഉണ്ണി CJ, പ്രിൻസിപ്പൽ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലി, പ്രൊഫസർ VM ചാക്കോ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റ് തോമസ് കോളേജ് തൃശൂർ, പ്രൊഫസർ സൈമൺ തട്ടിൽ, പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പ്രൊഫസർ ചാക്കോ ജോസ് P, അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ഇക്കണോമിക്സ് SH കോളേജ് ചാലക്കുടി, ഫോർമർ റീഡർ UGC ASC യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. പറോക്കിന്റെ കോർഡിനേഷനിലെ ബഹുമാനപ്പെട്ട ഡോക്ടർ സൈജോ തൈക്കാട്ടിലച്ചൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, റവറൻഡ് ഫാദർ സാജൻ മാറോക്കി, കോർഡിനേറ്റർ ഡാറ്റാ സെന്റർ എന്നിവരാണ് ഈ പഠന വിശകലനങ്ങൾ നടത്തിയത്. ഈ പഠന ഫലങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. സൂം വഴിയും മേരിമാത മേജർ സെമിനാരിയുടെയും മീഡിയ കത്തോലിക്കയുടെയും യൂട്യൂബ് ചാനലുകളിൽ ഈ സമ്മേളനം തത്സമയം പ്രക്ഷേപണം ചെയ്യുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനാപൂർവം ആയിരിക്കാം ഈ വെബിനാറിന് ഏറ്റവും ഭംഗിയായി നടത്തപ്പെടുവാനും വേണ്ടത്ര ചർച്ചകളും തുടർന്ന് നല്ല കണ്ടെത്തലുകളും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം.
ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫറോക്ക് അജപാലന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഫറോക്ക് അജപാലന ഗവേഷണ കേന്ദ്രത്തിന്റെ ചെയർമാനും തൃശൂർ അതിരൂപത സഹായമെത്രാനുമായ അഭിമന്യ ടോണി നീലങ്കാൽ പിതാവിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിതാവേ. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവേ, അഭിമന്യ താഴത്ത് മെത്രാപ്പോലിത്തെ അടക്കമുള്ള അഭിമന്യ പിതാക്കന്മാരെ, വൈദിക സമർപ്പിത സഹോദരങ്ങളെ, ഇന്ന് പ്രബന്ധം അവതരിപ്പിക്കുന്ന ഡോക്ടർ KS ജെയിംസ് സാർ, ഫറോക്കിൻ്റെയും മറ്റ് പല തലങ്ങളിലുമുള്ള റിസോഴ്സ് പേഴ്സൺസ്, ക്രൈസ്തവ സഭയിലെയും ഹൈന്ദവ ഇസ്ലാം മതസമൂഹങ്ങളിൽ നിന്നും ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, സാമൂഹിക രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ വിദഗ്ധരും പ്രയോക്താക്കളുമായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഏറ്റവും സ്നേഹമുള്ള സുഹൃത്തുക്കളെ, തൃശ്ശൂരിലെ പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പിന്നോക്കാവസ്ഥയിലേക്കോ എന്ന ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള ഈ വെബിനാറിൽ ഫറോക്കിന്റെ ചെയർമാൻ എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഈ വെബിനാർ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഫറോക്കിന്റെ റിസർച്ച് കോർഡിനേറ്റർ ആയിട്ടുള്ള ബിൽജു അച്ഛൻ ഇങ്ങനെ ഒരു സെമിനാറിന്റെ പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ വളരെ ചുരുക്കമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സാമൂഹിക സാമ്പത്തിക അവസ്ഥകളെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു പുതിയ കമ്മീഷൻ, JB കോശി കമ്മീഷൻ സ്ഥാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷത്തിലും EWS തുടങ്ങിയ വിഷയങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ന്യൂനപക്ഷത്തിന്റെ പ്രത്യേക ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുകയുണ്ടായി. ഇവിടെയെല്ലാം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, പലപ്പോഴും പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ നാം പല ചർച്ചാവേദികളിലും കേൾക്കുകയുണ്ടായി. അവിടെ പലപ്പോഴും ഈ ചർച്ചകളിൽ നമുക്ക് ലഭിക്കാതെ പോകുന്നൊരു കാര്യം ഈ ക്രൈസ്തവരെ കുറിച്ചുള്ള ഡാറ്റയാണ്, ആ ഡാറ്റയുടെ വിശകലനങ്ങളാണ്. അതുകൊണ്ട് 2015 തൃശ്ശൂരിൽ സ്ഥാപിതമായി ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ കാലങ്ങളായിട്ട് 15 മുതൽ തൃശ്ശൂരിലെ പ്രത്യേക സാഹചര്യത്തിൽ ഈ സമുദായത്തിലെ സാമൂഹിക സാമ്പത്തിക മാത്രമല്ല അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടും മതപരമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു പഠനത്തിന്റെ രീതിയുണ്ട്. ആ ഒരു സോഷ്യോ പാസ്റ്ററൽ റിസർച്ച്, അതിൽ ഞങ്ങള് ഇത് പ്രാഥമികമായിട്ട് സാമൂഹിക അവസ്ഥയെക്കുറിച്ചല്ല പഠിച്ചിരുന്നതെങ്കിലും ഞങ്ങളുടെ ഈ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിൽ തന്നെ ഒത്തിരിയേറെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളെ കുറിച്ചുള്ള പഠനം ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു പഠനം ആരംഭിക്കുവാനായിട്ട് ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സോഷ്യൽ സയന്റിസ്റ്റ് ഫോറത്തിലുള്ള വിദഗ്ധര് ചിന്തിക്കുകയും അത്തരത്തിലുള്ളൊരു പഠനം ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അത് ഈ ക്രൈസ്തവ സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വളരെയേറെ സ്വാഗതം ചെയ്യപ്പെടുകയും ആ പഠനങ്ങൾ ഈ വിദഗ്ധരിൽ മാത്രം ഒതുങ്ങരുത്, ഇത് തുടർ പഠനത്തിന് സഹായകമായ വിധത്തിൽ അവതരിപ്പിക്കപ്പെടണമെന്നുള്ള ഒരു നിർദ്ദേശം വരികയുണ്ടായി. അതുകൊണ്ട് ഇതുവരെ ഈ പഠനത്തിൽ വളരെ ശക്തമായിട്ട് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബോംബെയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ജെയിംസ് സാറ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുവാൻ പോവുകയാണ്. ഈ പ്രബന്ധത്തില്
വളരെ ഇതിന് അടിസ്ഥാനമായിട്ട് ആധാരമായിട്ടുള്ള പഠനം നടത്തുന്നതിനുള്ള ഒരു വലിയൊരു ടീം വിദഗ്ധരുടെ ഇവിടെ പേരുകൾ തൊട്ടു മുമ്പ് വായിക്കുകയുണ്ടായി. ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള വിദഗ്ധരുടെ ഒരു സമിതി ഇത് പഠിച്ച് ആ പഠനത്തിന്റെ ഒരു അന്വേഷണത്തിന്റെ ഒരു ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പ്രബന്ധത്തിൽ ജെയിംസ് സാറിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇന്ന് ഈ ഒരു വെബിനാറിൽ വിവിധ തലങ്ങളിലുള്ള വളരെയേറെ വിശിഷ്ട വ്യക്തികളും വിദഗ്ധരും പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനും സിറോ പിതാവുമായിട്ടുള്ള മാർ ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവാണ്. പിതാവിനെ കൂടുതൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വെബിനാറിൽ പ്രധാന പ്രബന്ധം അവതരിപ്പിക്കുന്ന ഞാൻ തൊട്ടു മുമ്പ് പരിചയപ്പെടുത്തിയ KS ജെയിംസ് സാർ ഒരുപക്ഷെ ഈ ഒരു പ്രബന്ധം, ഈ ഒരു പഠനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തിയാണ്. ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും പോപ്പുലേഷൻ സയൻസ് സ്റ്റഡീസിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കേന്ദ്രം വരുന്നതിനൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകുകയും അത് വളർന്നിന്നൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ വൈസ് ചാൻസലർ മാത്രമെന്ന് ഒരു പദവി മാത്രമല്ല, അതിലെ വലിയൊരു റിസർച്ച് ജയന്റ് തന്നെയാണ് ജെയിംസ് സാറ്. ജെയിംസ് സാറിന്റെ നേതൃത്വം ഞങ്ങൾ വളരെയേറെ ആദരവോടുകൂടെ കൃതജ്ഞതയോടുകൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രധാന പ്രബന്ധ അവതാരകനായിട്ടുള്ള ജെയിംസ് സാർ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിലും PAROC റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും ഹൃദ്യമായിട്ട് സ്വാഗതം. ഇന്നത്തെ ഈ വെബിനാറിൽ ഈ പ്രബന്ധത്തോട് പ്രതികരിക്കുവാനായിട്ട് തയ്യാറായിട്ട് നമ്മുടെ ഈ PAROC റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ പേട്രണും തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും കേരള ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരിൽ പൊതുസമൂഹത്തിൽ വളരെയേറെ ഇടപെടലുകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് മെത്രാപ്പോലീത്ത തയ്യാറായിട്ടുണ്ട്. അഭിവന്യ പിതാവിനെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിന് ഇതിലെ ചർച്ചകൾക്ക് ചെയ്യുന്നത് അഭിവന്യ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. സാമൂഹിക കാര്യങ്ങളിൽ വളരെയേറെ പ്രതിപത്തിയുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ള തോമസ് തറയിൽ പിതാവ് ഈ പഠനത്തിന്റെ ആരംഭം മുതൽ ഇതിന് വലിയ പ്രോത്സാഹനവും വളരെയേറെ നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ള അഭിവന്യ പിതാവാണ്. തറയിൽ പിതാവിനെ ഏറ്റവും ഹൃദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഈ പ്രബന്ധത്തോട് പ്രതികരിക്കുവാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നത് മലബാറിന്റെ ഏറ്റവും പ്രിയങ്കരനായ MLA ശ്രീ ജെയിംസ് മാത്യു സാറാണ്. സാറിനെ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഈ ഭരണ സിരാ കേന്ദ്രത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീ TK ജോസ് സാർ IAS സാർ, അദ്ദേഹം ഇന്ന് ഈ വെബിനാറിൽ 6:15 കയറാൻ സാധിക്കുള്ളൂ. അദ്ദേഹം ഗവൺമെന്റിന്റെ ഒരു മീറ്റിംഗിലാണ്. അദ്ദേഹം ഇന്ന് പങ്കെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ഒരു ആദരവാണ് സാറ് ഈ പ്രതികരണത്തിലെ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം കൂടെയായിട്ട് ഞങ്ങൾ അതിനെ കാണുകയാണ്. ജോസ് സാറിനെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഗവേഷകരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു നല്ല ഒരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും നമുക്ക് ആഗ്രഹിക്കുന്നു, നമുക്ക് അറിയാം അങ്ങനെ ലഭിക്കുമെന്ന്. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം തലവനും പൊതുസമൂഹത്തിലെ ഇത്തരത്തിലുള്ള ആധികാരികമായിട്ടുള്ള വിശകലനങ്ങൾ നൽകുകയും ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ആണ്.
അച്ഛനെ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ ഈ വെബിനാറിലെ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിനെ നോക്കുമ്പോൾ അതിലെ ഓരോരുത്തരും തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞ് സ്വാഗതം ചെയ്യപ്പെടേണ്ടവരാണ്. റിട്ടയേർഡ് IAS, രാഷ്ട്രീയ മേഖലകളിലും പൊതുസമൂഹത്തിലും ബ്യൂറോക്രസിയിലും വളരെയേറെ മനോഹരമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ട്. അവരെ എല്ലാവരെയും, അതുപോലെ തന്നെ ഈ സമുദായത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമുദായത്തെ ആത്മവിമർശനത്തോടുകൂടെ നോക്കിക്കാണുന്ന ഈ ക്രിസ്ത്യാനികളുടെ ഈ ക്രിസ്ത്യൻ സമൂഹത്തെ ആത്മവിമർശനത്തോടെയും എന്നാൽ വലിയ താല്പര്യത്തോടും കൂടെ വിശകലനങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേര് ഇതിനകത്ത് സന്നിഹിതരാണ്. അവരെ എല്ലാവരെയും ഞാൻ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബന്ധങ്ങളിൽ ഉള്ള പലരും ഇതിൽ ഇന്ന് പങ്കാളികളാണ്. ഈ സൂം കോൺഫറൻസിൽ ഉള്ളവരുണ്ട്. തത്സമയം ഇതില് പങ്കെടുക്കുന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കെടുക്കുന്നവരുണ്ട്. മീഡിയ കത്തോലിക്കയിലൂടെയും മേരിമാത സ്ട്രീംസിലൂടെയും പങ്കെടുക്കുന്ന അനേകം പേരുണ്ട്. എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പിതാവേ. എല്ലാവരെയും സ്വാഗതം ചെയ്തതിന് പിതാവിനും ഈ വെബിനാറിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇനി നമ്മുടെ വെബിനാർ കേരള ക്രൈസ്തവ സമൂഹം പിന്നോക്കാവസ്ഥയിലോ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവാണ്. കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ പ്രസിഡന്റും ഇന്ന് കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഭിമന്യ പിതാവെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതിനായി ഏറ്റവും സ്നേഹത്തോടുകൂടെ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിമന്യ ആൻഡ്രൂസ് താഴ്ത്തു പിതാവേ, അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവേ, അഭിമന്യ തോമസ് തറയിൽ പിതാവേ, ഇന്ന് പ്രബന്ധാവതരണം നിർവഹിക്കുന്ന പ്രൊഫസർ KS ജെയിംസ്, ഇന്ന് ദിവസം പ്രതികരണങ്ങൾ നടത്തുന്ന ശ്രീ ജെയിംസ് മാത്യു MLA, ശ്രീ TK ജോസ് IAS ആഭ്യന്തര സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ അച്ഛ, ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ഒരു സമൂഹത്തിൻ്റെ നിജസ്ഥിതി പഠിക്കണമെന്ന് വരികിൽ ആ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തന രംഗങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്രകാരമുള്ള ഒരു പരിശോധനയും അവതരണവും ഇന്നത്തെ പ്രബന്ധ അവതരണത്തിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ വിശദമായി കടക്കുന്നില്ല. ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞുകൊള്ളട്ടെ. ക്രൈസ്തവ സമൂഹം കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് കൃഷിയെയും മത്സ്യബന്ധനത്തെയുമാണ്. ഇവിടെയുള്ള സുറിയാനി ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള സഭകളിലെ ക്രൈസ്തവർ എല്ലാവരും തന്നെ കൃഷിയിലാണ് അടിസ്ഥാനപരമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഊന്നുന്നത്. കച്ചവടത്തിലും വ്യാപാരത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്ക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും മത്സ്യബന്ധനമാണ് അവരുടെ ജീവിത മാർഗം. ഇപ്രകാരമുള്ള രണ്ട് സാമ്പത്തിക തലങ്ങളിലും വളരെയേറെ വീഴ്ചകള്, സാമ്പത്തികമായിട്ടുള്ള ച്യുതികള് സംഭവിച്ചിരിക്കുന്നതിനാൽ ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷൻ നിയമിക്കപ്പെട്ടത് തന്നെ ശുഭതർക്കമാണ്. ഇപ്രകാരമുള്ള പഠനങ്ങൾ ഇതര സമൂഹങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരും ആവശ്യപ്പെടാതിരുന്നത് കൊണ്ടായിരിക്കാം ഇതുവരെയും അങ്ങനെ ഒരു സവിസ്തരമായ പഠനം നടന്നിട്ടില്ല. അതിപ്പോൾ ചെയ്യാൻ മുന്നോട്ട് വന്ന കേരള സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു.
അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്ന് മുന്നോക്ക സമൂഹത്തിൽപ്പെട്ടവരെന്ന് കരുതപ്പെടുന്ന ക്രൈസ്തവരുടെ പിന്നോക്ക അവസ്ഥയെ പഠിക്കുന്ന പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് 10% റിസർവേഷൻ അനുവദിച്ചത് ഇവിടെ ചർച്ചാ വിഷയമായെന്ന് അഭിമന്യ ടോണി നീലങ്കാവിൽ പിതാവ് പറഞ്ഞുവല്ലോ. ഏതായാലും അത് നമ്മുടെ ശ്രദ്ധയിലുള്ള ഒരു വിഷയമാണ്. ഇപ്രകാരം ഈ സമൂഹത്തിന്റെ ശരിയായിട്ടുള്ള അവസ്ഥ പഠിക്കുവാൻ തയ്യാറാകുന്നവരെല്ലാവരും നമ്മളുടെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവരാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് സമൂഹത്തിൽ നിന്നും ക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ അവരുടെ പിന്നോക്കാവസ്ഥയും പഠനത്തിന് വിഷയമാകേണ്ടതാണ്. ഈ പിന്നോക്കാവസ്ഥയ്ക്ക് മറ്റൊരു കാരണമായി തീരുന്നത് പ്രധാനമായിട്ടും സംവരണത്തിന്റെയോ മറ്റുവിധ ആനുകൂല്യങ്ങളുടെയോ ഒരു വിധത്തിലുമുള്ള സഹായമില്ലാത്തതിനാൽ ക്രൈസ്തവർ പലരും അവരുടെ പഠനങ്ങൾ കഴിവതും ഇന്ത്യയിൽ പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ ഉദ്യോഗം ലഭിച്ചില്ല എന്ന് വരികിൽ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ഉദ്യോഗം സ്വീകരിച്ച് അല്ലെങ്കിൽ ജോലികൾ ചെയ്ത് ജീവിക്കുക ആവശ്യകമാണല്ലോ എന്നതാണ് അവരെ പ്രേരിപ്പിക്കുന്ന ചിന്ത. രാജ്യസ്നേഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ജീവിതായോധനത്തിന്റെ മാർഗം തേടിയാണ് അവരങ്ങനെ പോകുന്നത്. ഇപ്രകാരം ചിതറിക്കപ്പെടുന്ന ഒരു സമൂഹം കൂടിയാണ് ക്രൈസ്തവ സമൂഹം. അതിനാൽ ഇപ്രകാരം ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിച്ച് ശരിയായിട്ടുള്ള കണ്ടെത്തലുകൾ സർക്കാരിനെ അറിയിച്ച് ആ സർക്കാരിൻ്റെതായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നാം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. നാം ഈ പ്രകാരമുള്ള പഠനം ക്രൈസ്തവർക്ക് വേണ്ടി നടത്തുമ്പോൾ അതൊരിക്കലും ഇതര സമൂഹങ്ങളെ അവഗണിച്ചുകൊണ്ടല്ല. ഇതര സമൂഹങ്ങൾക്ക് അതതിൻ്റെതായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. എന്നാൽ അങ്ങനെയുള്ള സമൂഹങ്ങൾക്കും ഏതെങ്കിലും അവയും പരിഹരിക്കപ്പെടേണ്ടതാണ്. സാമ്പത്തിക സംവരണത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സമൂഹമായിരുന്നു നായർ സമൂഹം. അവരും ഇപ്പോൾ 10% പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ലഭിക്കുവാൻ അർഹതപ്പെട്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ പുതിയ നിയമം അനുസരിച്ച്. അപ്പോൾ സമൂഹങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും ഭിന്നതയല്ല ഈ പഠനത്തിന്റെ അവസാനത്തിലുള്ളത്. ജനങ്ങളുടെ ദാരിദ്ര്യാവസ്ഥ, അവരുടെ സാമ്പത്തിക പുരോഗതി, ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ട വിഷയമാണ്. ഇപ്രകാരം ജനങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയിൽ അവരെ സഹായിക്കുമ്പോൾ അതിൽ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും പരിഗണനകൾ ഉണ്ടാകുവാൻ പാടില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും എല്ലാവർക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള പഠനങ്ങൾ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിന്റെ പരാധീനതകൾ മനസ്സിലാക്കുവാനും അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഇപ്രകാരം ഉള്ള പഠനങ്ങൾ നടത്തുന്ന PAROC റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഇത് സ്വയം പ്രേരിതമായിട്ട് അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ ആ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു സ്ഥാപനമാണ്. ഇത് വളരെയേറെ ശ്ലാഘനീയമായ ഒരു സ്ഥാപനമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്രകാരം ഒരു വെബിനാറിലൂടെ കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ളവരെ ബോധവൽക്കരിക്കുവാൻ PAROC എടുത്ത ഈ വെബിനാർ സംരംഭത്തിന് ഞാൻ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇതിൽ പൂർണ്ണമായും സംബന്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഈ വാക്കുകളോടുകൂടി ഇന്നത്തെ ഈ കേരള ക്രൈസ്തവ സമൂഹം പിന്നോക്കാവസ്ഥയിലോ എന്ന അഭിധാനത്തിൽ നടത്തുന്ന വെബിനാറിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയും ഈ വാക്കുകളോടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ക്രൈസ്തവ സമൂഹത്തിന്റെ ഇന്നത്തെ സ്ഥിതി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ശാസ്ത്രീയമായ പഠനങ്ങൾ ഇക്കാര്യത്തിൽ ദുർലഭമാണെന്നും ആണ് അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ വെച്ചത്. അഭിമന്യ പിതാവിനെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് വിഷയാവതരണമാണ്. കേരള ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നടത്തിയ പഠനത്തിന്റെ കണ്ടെത്തലുകൾ നമുക്കായി പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത്
ബഹുമാനപ്പെട്ട KS ജെയിംസ് സാറാണ്. മുംബൈയിലെ ഡീംഡ് യൂണിവേഴ്സിറ്റിയായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസിന്റെ വൈസ് ചാൻസലറാണ് ജെയിംസ് സാർ. പാറോക്ക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പഠനത്തിന് സാറിന്റെ സഹായം വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഈ പഠനത്തിന്റെ കണ്ടെത്തലുകൾ പങ്കുവയ്ക്കുവാൻ സാറിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാറിന് താങ്ക് യു. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനും KCBCയുടെ പ്രസിഡന്റുമായ അഭിവന്യ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവേ, തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ ആൻഡ്രൂസ് താഴ്ത്തു പിതാവേ, പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർപേഴ്സണായ മാർ ടോണി നിലങ്കാവിൽ പിതാവേ, പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർപേഴ്സണായ മാർ തോമസ് തറയിൽ പിതാവേ, ഇന്നത്തെ പാനലിസ്റ്റ് ആയിട്ട് സംസാരിക്കുവാൻ ഏറ്റിരിക്കുന്ന ജെയിംസ് മാത്യു MLA, ആഭ്യന്തര സെക്രട്ടറി TK ജോസ് IAS, പയസ് മലക്കണ്ടത്തിൽ അച്ച, സൈജോ തൈക്കാട്ടിൽ ഫറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, മറ്റ് വിശിഷ്ടാതിഥികളെ, എല്ലാവർക്കും എൻ്റെ ബോംബെയിൽ നിന്നുള്ള അഭിവാദനങ്ങൾ. ഞാൻ ആദ്യമായി തന്നെ എനിക്ക് പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യമായി നടത്തുന്ന ഈ പഠനത്തിൽ എന്നോട് പ്രബന്ധം അവതരിക്കാൻ പറഞ്ഞതിൽ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കട്ടെ. കാരണം ഞാൻ ഇതിൽ ഒരു അഡ്വൈസർ മാത്രമായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ വളരെയധികം പേരുണ്ട്. അച്ഛന്, അതിൻ്റെ സൈജോ അച്ഛൻ, അവരുടെ എല്ലാം പേരുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവരുടെ എല്ലാം ഒരു പ്രവർത്തന ഫലമായിട്ടുണ്ടായ ഒരു ഔട്ട്കം ഞാൻ പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ്. ഞാൻ അധികം സമയം കളയുന്നില്ല, നേരെ എൻ്റെ പ്രസന്റേഷൻ ഉള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കാം. എനിക്ക് ഷെയർ ചെയ്യാവോ അച്ഛാ? ഓക്കെ, ചെയ്യാം സാറേ. ഇത് കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാം. ഓക്കെ, താങ്ക് യു. ഒന്ന് പോയിന്റ് മോഡിലാക്കണം. മോഡിലാക്കണം. ഓക്കെ, ക്ലിയർ. നമ്മള് ഇന്നത്തെ പ്രബന്ധത്തില് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഐ തിങ്ക് വാട്ട് ഈസ് ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള. ഞാനൊരു കാവിയാറ്റ് പറയേണ്ടതുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മെയിൻ ആയിട്ട് നമ്മളൊരു കാത്തലിക് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരുടെയും ഡേറ്റ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് വിൽ ബി ഓൺ ദ കാത്തലിക് കമ്മ്യൂണിറ്റി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യവും. നമ്മൾ ഏതൊരു മനുഷ്യനും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ രാജ്യം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഇതെല്ലാം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും നമുക്ക് അറിയാനുള്ള ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രശ്നം, നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഡേറ്റ പലപ്പോഴും നമുക്ക് അവൈലബിൾ അല്ല. വി നെവർ ഹാഡ് എ വെരി ഗുഡ് കമ്മ്യൂണിറ്റി ഡേറ്റ, എക്സെപ്റ്റ് വി മേ ഹാവ് സംടൈംസ് എ ഗുഡ് റിലീജിയസ് ഡേറ്റ, ബട്ട് ഹാർഡ്ലി വി ഗെറ്റ് എ ഡേറ്റ to understand what is the situation of socio-economic position of our community. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? We come to expectation. What is our expectation? We have a great expectation. നമുക്കറിയാം, നമ്മുടെ സിറിയൻ കാത്തലിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, we know Syrian Catholics is a very powerful community. That was our expectation. We know that they have been a very powerful community in the past, and perhaps it continues to be a powerful community. We don't know, because that is our expectation. Latin Catholicsനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, they are mainly a fisherman community, but they are also a progressive community. നമുക്ക് അതിനെക്കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ബട്ട് വി റിയലി ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ട്രൂ. ആക്ച്വലി നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ബിഹൈൻഡ് ഇറ്റ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫാക്ട്സ് ബിഹൈൻഡ് ഇറ്റ്. വി ഷുഡ് നോട്ട് ബി ഇൻറ്റ്യൂറ്റീവ് ഇൻ അസസിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഐ തിങ്ക് നമ്മുടെ ഇൻറ്റ്യൂറ്റീവ്നെസ് പലപ്പോഴും ബയാസ്ഡ് ആവും. അപ്പൊ നമ്മുടെ ഓരോ കമ്മ്യൂണിറ്റിയെ കുറിച്ചും എവരി വൺ ഹാസ് ഇറ്റ്സ് ഓൺ understanding, its own assessment. I think that is never good for a community. I think let us objectively look at what is really happening to this community. That is the first part of my presentation. And the second part, if really know നമ്മുടെ പ്രോഗ്രസീവ് ആണോ അല്ലെങ്കിൽ നമ്മൾ ബാക്ക്വേർഡ് ആണോ, ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്നത്തെ ടൈറ്റിലിൽ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എപ്പോഴും പിന്നോക്കാവസ്ഥയിലാണോ എന്നൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. I don't think that we need to be looking at that. We are really looking at പിന്നോക്കാവസ്ഥയിലാണോ മുന്നോക്കാവസ്ഥയിലാണോ, നമ്മൾ ആ ചോദ്യമാണ് ചോദിക്കുന്നത്. വി ഡോണ്ട് ഹാവ്
any particular bias towards this. We really ask whether it is progressive, whether it is regressive, then what's the reason behind it? That's the second question we need to ask. But data, the second question is very, very difficult to answer because second question is a serious question. Why progress illa, the community progress illa in the it is so easy. Then it's a government can intervene directly. People can, the Sabha can also intervene directly. But that's a difficult question. But still we need to really give some answers to that question. So we will also try to give some answers to that question. So we decided that these answers should not be based on our own survey. We also need to look for the data which is available outside to understand these two questions. That is what we really started. The Kerala Migration Survey 2018 conducted. It is the main purpose was to study migration. But the surveyed advantage in 15,000 households. It is a relatively large sample and it's a randomly selected household. So they had a household module which gives you a lot of information on the socioeconomic positions of the different communities. We then thought, okay, it may be a right idea to utilize the existing information, then study. And after that, we asked different questions. This study on the answers we also need a particular study later. We may need an intensive study of a community because we know that there are certain issues. We will come back to that later. If that issues, how can we address it? So we need to really find out some solution to it. So that will be my second part of the presentation. So this presentation like data one is our religious composition in Kerala. I think everyone knows about it because we have something around 53% Hindus in Kerala, 27% Muslims in Kerala, and around 19% Christians in Kerala, and less than 1% other religious group. This is our census. CDS survey. This is also our census data also almost reveals that. So it is the real pattern which is available in Kerala. So our interest in religious, our interest in community. We have to also classify the communities. So we made some classification. This may not be a perfect classification. There are other ways, but our interest basically Catholic community, Christian community, divide other community, we also have made them together. So Muslims in the 27% Kerala, almost 21% of the total population in India, Kerala are Eravas. And other Hindus, so it is very difficult to interpret their result because they may have SC/ST communities, they have Brahmins, everything together. Because I told you, our interest was not on that group. So that is why we just a general classification. And Syro Malabar, Kerala, we can say almost 8.3% of them are Syro Malabar community. The Syrian Christians like Marthomites or Jacobites, etc., we can say almost 3.6% of the Kerala community belongs to them. Latin Catholics almost 3%, 3.1%. The Christians, CSI or other, not belongs to Syrians and not belongs to Latin Catholics are around 2.4%. And Syro Malangara, the 2% Malangariana. And other religion, religion, Christian, Hindusum, Muslims, almost 0.7%. That is the community classification which is in Kerala. I think many often we don't get this data, so it is important that we have this information. The tables data, so we need to really understand to which community we're speaking about, what is the magnitude of that community. Okay, so let me ask my first question. The first question is that what is the socioeconomic status of the Christians in Kerala? I will only use 3 slides to explain it. I think that typically an economist will use income and consumption expenditure. Income is the best examples of giving what is the socioeconomic status, but income data always survey almost impossible. No one will reveal their income perfectly. So that is why often the government of India uses consumption expenditure. Consumption expenditure can tell you the poverty level, nutrition level, etc. is used that. But why I'm not very happy with that. So we went to the land holding aspect because land holding is one of the major part of the asset holdings of the Syrian Christians in Kerala and also some other communities. So we need to really look at the land holdings.
I also computed one composite index. I will tell you why it is more important. And these 3 slides will give you what is expected to be the socio-economic positions of Kerala, of different communities. Let me come to the first slide. What is it expectation? We look at the data, whether it is expected or not. Our expectation in there, Syrian Christians is a very powerful community. That was our expectation. But when I looked at this slide, I was really surprised. Why actually I would not have expected Syro-Malabar community at this level. This is from an ascending order. So from left, other Hindus, other Hindus consist of SC/ST community, all those things. So I don't expect. Other Christians also, maybe CSA, etc. I really don't know about their socioeconomic status. Third is Syro-Malabar community in terms of income. I was a bit surprised on that, but even Yerava, Muslims, all those things are above that. So then we looked at the consumption expenditure. The orange color gives you consumption expenditure. Even that also shows Syro-Malabar ആണ് almost താഴെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. I'm really not very sure whether it is true because it's very difficult for me to conceive, understand it, because we never expect that. We expect that, Syro-Malabar community is much worse than Latin community. We know that should be like that. But why this kinds of a figure comes? Okay, I give an allowance. I just give an allowance. Maybe, income data is always a problem. I don't trust the income data collected through a household survey. There are always an issue. Consumption data is also can be misinterpreted sometimes because consumption expenditure can also have some problem. So let us understand this. There is a problem in this community, but let us also go ahead and see whether there are any alternative explanations. So I look at the second data, which is the land holdings data. So I looked at 2 data. In 2008 also CDSE survey തന്നെ conduct ചെയ്തിട്ടുണ്ട്. 2018 same survey തന്നെ conduct ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഡേറ്റ എടുത്തുള്ളൂ. Percentage of households with land more than 1 acre in Kerala. Okay, Syro-Malabar community has been at the highest because as expected, we are now in 2018 it is 36.2%, but when it came to 2018, it was 36 point. 2018, you can say a sharp decline. 36% in the 17% like vary. It was very unexpected. It also happened to Syro-Malankara community, almost 20% to 5% of the only household have more than 1 acre. It was very surprising why it can be so sharply declined. Other community there is decline. Only Latin Catholics it has increased slightly, between 2% to 4%. Otherwise, all communities have declined, but it's not as sharp as a Syro-Malabar community. Usually the explanation is that when land holdings become smaller and smaller, it is because of the demographic pressure. Because, when large number of children are there in a family, naturally land has to be divided. But if you look at the demographic changes in Kerala, Syrian Christians community has always been at the forefront of the demographic changes. So you don't see an drastic demographic pressure at this time in the Syrian Catholic community or many communities in Kerala. So that way, it was very difficult to really understand why there is such a sharp decline in the land holdings with more than 1 acre. It means that we can also, maybe I have to link it with what we have seen in the income and consumption expenditure. It means that there has been some, we can say, a distressed sale of land over the last 10 years in Kerala. And especially among the Syro-Malabar community, we may have to tell that. Okay, even I was not very satisfied with this. So we thought that we need to really once more look at it. What is a better way to understand it? This is the third my slide. I told you this last slide to tell you about the positions of the Syro-Malabar community. I just computed 2 indices. Okay, one indices is that is based on asset-based indices. If you make an asset-based index, asset it tells you something about your past, not the present, because നമ്മുടെ വീട് നമുക്ക് ഇൻഹെറിറ്റഡ് ആയിരിക്കാം, നല്ല വീടായിരിക്കാം, പക്ഷെ ഇപ്പം നമുക്ക് ജീവിക്കാനൊന്നും ഇല്ലെങ്കിലും we have a better house. We can have different assets. നമുക്കൊരു സ്കൂട്ടർ ഉണ്ട്, പഴയ സ്കൂട്ടർ ആണ്, അതിപ്പോഴും വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. That is also an asset. And this orange tells you the consumption-based indices. So what we are buying today or purchasing today, we have gas connection ഉണ്ട്, ഇന്ന് നമ്മൾ ഗ്യാസ് മേടിച്ചാലേ നമുക്ക് ഗ്യാസ് കണക്ഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. So this is primarily a consumption-based index. So the blue tells you about the past. The orange tells you about the present. So what do we expect? I should have expected
okay, the blue should be lower than the orange, because orange should always be higher than blue. So look at the communities. Which are the communities the orange is lower than blue? That is, past is worse than the present. Look at the Syrian Christians. There also there is a slight decline, 56. That is, the present is maybe worse than the past. But which is the community which has the worst difference? It's again Syro-Malabar community, where actually we can say 54% to 45%. All other communities, Syro-Malabar is almost maintaining together. Latin Catholics is also slightly improved, almost maintaining together. Nair is improving, and Muslims is also almost stable. Other Christians, I don't know why, because it's a small group also, it has slightly declined. But Yedava is also improved. But we see consistently all the three graphs, that one community which has really affected maybe last 20 years has been Syro-Malabar community. And there are problems with other communities, not that I'm really not highlighting the problems, but it is so I'm highlighting because it was so surprising for anyone really to look at. So let me get the message from this and then move to the next part of my presentation, why, the question on why. So message is, we had an expectation. The expectation was started. That was the real message. Because I was not expecting a Syrian Catholic community to perform like this, but I found that there is some issues. But I really not able to answer why it is so. And land holdings conveys a distress rail among most Christian community, because whether it is Syro-Malabar, even Syro-Malangara also we have seen to some extent other Christian community. Latin Catholics is an exception because Latin Catholics anyway doesn't have much of a land. And I showed you the asset-based index was past and present, gives you a very shattered performance of the Christian community. So let us come back, because I know that my time is also limited. So I will go a little faster now. So let us look at the reasons for it. If there is some distress among some communities in Kerala, especially the Christian communities in Kerala, what would be the reasons for it? Okay, it would come maybe two important reasons. One is education, because if I go home now, if I ask my family, the families are actually progressive, everyone will say, oh, so I think education becomes really a route to progress now, compared to any other indicator, whether it is land holdings, etc., perhaps in the past. But now education is the single most, you can say, indicator, which really tells you the progress of a community. He has got a good education, he has got a good employment. So these two are the primary motive behind any progress. So let us look at education. It's perfectly fine. You look at Christian community is exceedingly performing well. Syro-Malabar, I was thinking it is as good as Nair, but in economic standing, they were really bad. But if you really look at education, I looked at two education, 35 to 44 age group and 25 to 34 age group, which will show you the past performance and current performance. But current performance of Syro-Malabar people are really good. And other Syrian Christians are better off than any other group. But this is about the graduate and above. I want only look at higher education, not the smaller level of education. Graduate and above means engineering, all those kinds of things are added. So it was really telling that Christian community, definitely, especially Syro-Malabar, even Latin Catholic community that way, is no way you can say poor in education. They are really progressive in education. That way, we have no issues with that. So let us come to employment then. What is really happening in employment? So I took two indicators, because employment data in this survey was slightly difficult to analyze. So we just looked at only two: state and central government job, then semi-government and aided job, okay, you can say bank or aided schools and all those things we combine together. So what is really happening? Okay, Muslims has been lowest, because you also know their educationally also we found they are the lowest. Latin Catholics are the second, and Latin Catholics and other Syrian Christians and Syro-Malabar. These are the communities which has lowest share of, you can say, employment in state government and semi-government or aided schools, etc. All other communities are much better off than us. I think it was really surprising, given that we see an education pattern which is completely different. If you really look at education pattern, many of the other communities has been much lower education, but when you come to employment,
especially the employment at the state or central government or semi-government aided school, etc., it was really the reverse. I was always also looking at aided school, what is the performance of Syro Malabar community? It was only 1.6%. We always, people have, because once there is no data, there is always a criticism. Okay, aided school always Syrian or Christian community appoint only their own people. That was always criticism, but that is not true. I think the only, maybe Syro Malangara is the only where we see substantial number of persons who are really getting employment in semi-aided school. That is why facts is really different from what is the opinion or some bias. So we are really better to go by facts and see what is really happening. So I also then computed, this is so, നമ്മുടെ population share അനുസരിച്ച് whether actually we have that much share in the employment, especially in the government job. Okay, what is the finding? Nair is much above the population share. If we know that Nair's population share is something around 13%, it was, but they had their education, so job, government jobs was almost 10% higher than, a little over 10% higher than the population share. But which are the communities where the employment government job is less than their population share? Again, it comes to Latin Catholics, it's the Syro Malabar community, and also it's definitely Muslim community, because as we already found, they're actually the share of employment, especially in the government and semi-government sector, is much less than the other communities. So this is sort of a pattern we really get on the education and employment. So we can tell another argument we can make, okay, it may be good for this community, Christian community. It is not important that we need to have a government job. They may get better education and then they go for immigration. So immigration is one of the other route through which actually you can really get better income as well as better, you can say, job. So what is our status? Okay, still it was not expected, because the immigration advantages are mainly for Athens Syrian Christians, Muslim community, because 44% of them, of the households has an immigrants. Syro Malangara is very powerful, other Syrian Christians. Syro Malabar is relatively, you can say, modest. Nice, and it was all Latin Catholics. These are really modest terms, not as high as we can say 45% or 45. We are in the 20s and late, you can say, 10s or 19 and 18%, etc. So it's relatively modest, not really very high about that. So this is about education and employment. I'm just coming to the debt part of it. And after that, I think I will quickly go through the other 2-3 slides. I will not take much of a time because I know that there are other speakers to speak as well. So the other real problem which we found from this data is a serious debt trap of the Christian community. You look at the median debt from the survey, highest is the Syro Malabar, second highest is the Latin Catholic, third is Syro Malangara, and goes on. This is on descending order. You can really see. Somehow, one of the reasons for the lack of progress among this community, I believe, perhaps is because of the debt trap. But we are not able to answer this question, why this debt trap is happening, because this survey cannot answer that question. That's why actually we need many other surveys. But it is important to really understand. So I just calculated one figure. Among the people who has taken debt, what is the per capita debt? Okay, the highest was among Latin Catholics, 5,26,000 in a year, which is, you can say, per capita debt among those who have debt. And second was Syro Malabar community, 4,77,000. You can really see the magnitude of the debt problem, which is actually facing this community. And it is also goes down in that sequence. So debt is definitely, undoubtedly, a serious issue which needs to be addressed in this community. I think this has to be linked with what we have seen in the first 3 slides. That is why the 3 slides, as I tell you, was the important slides which tells you what is really happening to this community. Okay, so you can see what is the proportion of household having debt is also, I'm saying many community it is high, but again, you can say has also percentage of household having debt is slightly higher, but the amount of debt is slightly lower among that group. But Syro Malabar is second, 45% of the households have some debt. And you can also see it's not a small debt, it's a substantially higher amount of debt what we are speaking about.
So that is the other problem with this community. So I should not stop here, because I thought, it is also important to raise some of the other concerns which the study has brought in. I will only take a few minutes. I will not take much of a time. I know that I have already overshot perhaps my time. So one is, why we have to say that there are serious issues among these communities. That the demographic changes has been faster in this community, and it has been quite long. So if you really just looking at the one indicator, what's the share of population 60 plus, that is old age population in this community? I know it is 27%, 24%, Syro-Malabar 21%. It is as high as in Western countries. Okay, it is relatively very high. The smallest was, I think, the Muslim community, which is 11%, which means that I think it is almost like in India now, it is maybe 11% will be around the percentage of 60 plus population. What does it mean? When Western countries became a 60 plus population of 21%, their socioeconomic level was completely different, because they had a very developed social security system. They had developed the health systems, and they had very highly living standard progress. But we are actually reached a stage of high proportion of elderly with any of these kinds of backing. Neither a good social security system, nor a excellent health system where actually one can be financed, neither we have what we called a good system really to take care of the elderly, except the family taking care of the elderly. So that is why I think the expenditure, huge expenditure, maybe perhaps because of one has to take care of the elderly, itself can be quite high, which one has to really estimate. It is not done in this study at this time. Let me show you last data and then stop it here. I'm just looking at what is the proportion of persons having some chronic diseases in this community, different communities. Okay, what is among screen diseases? I'm looking at 60 plus. It means that at least 62% of the elderly having at least one chronic diseases. If you know that one chronic diseases definitely has a significant amount of money has to be spent. So perhaps what we see in economic status, or what is see between 2008 and 2018, the land holding, distress sale in land holding, so asset and the income, current consumption, etc., becoming bad, perhaps can be attributed to what is really happening to this community in terms of the rapid demographic changes, and also the very widespread chronic diseases, and so on and so forth. So I think I will stop here, because there are different aspects also this study has covered, because I thought I will only just give a glimpse of what we have studied through this data. But I think it is very important. I think as a final remarks, I will just say there are some unexpected results. We were not expecting this. When I thought of Syrian Catholic community or Syro-Malabar community, I had an expectation. It was against my expectation. I don't know, the panelists can tell whether I was wrong in expecting something, or maybe something is wrong with what is really happening to this community. And we are highly educated, but at the same time, we could not translate education into employment opportunity. That is one of the major issues. Debt unacceptably high, we have seen, and especially among all Christian groups, we need to really address that. Becoming old before getting rich, that is another concern, and that really lead to high incidence of chronic diseases, expenditure burden. And finally, that we say there are several odd result, unexpected result, which we need to really answer these questions through a better research. That's the only way we can really move ahead. This only gives you more of a problem rather than answers, but we also need to find out answers to this question with a deep mindset of further research. Thank you so much. കേരള മൈഗ്രേഷൻ സർവേയുടെയും CDS സർവേയുടെയും അടിസ്ഥാനത്തിൽ ജെയിംസ് സാറ് പഠനം നടത്തി, അല്ലെങ്കിൽ ജെയിംസ് സാറിന്റെ ടീം പഠനം നടത്തി അതിന്റെ കണ്ടെത്തലുകൾ, അപ്രതീക്ഷിതമായ കണ്ടെത്തലുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ജെയിംസ് സാറിനെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനി പ്രതികരണങ്ങൾക്കുള്ള സമയമാണ്, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കാനുള്ള സമയം. മുഖ്യമായും 4 പ്രതികരണങ്ങളാണുള്ളത്. ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് അഭിമന്യ തോമസ് തറയിൽ പിതാവാണ്. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാനും
സീറോ മലബാർ മെത്രാന്മാരുടെ സിനഡ് നിയമിച്ച പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കൺവീനറുമാണ്. പിതാവെ, ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. പ്രതികരണങ്ങള് എല്ലാം മലയാളത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളത്തില് നൽകുക. പ്രതികരണങ്ങള് നടത്തുന്നവരെ പരിചയപ്പെടുത്തുക. കൃത്യസമയം പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾ. പിതാവിനെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവേ, ആർച്ച് ബിഷപ്പ് താഴത്ത് പിതാവേ, ബിഷപ്പ് ടോണി പിതാവേ, ജോയ് പിതാവേ, സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവേ, മറ്റു പിതാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. സാറ് പറഞ്ഞതുപോലെ KS ജെയിംസ് സാറിന് പോലും അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിൽ നമുക്കത് എത്രമാത്രം അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. നമ്മളെല്ലാം ഇന്റുപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആനപ്പുറത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് സീറോ മലബാർ സമൂഹം. നമ്മൾ എല്ലാവരെക്കാളും മെച്ചമാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ അങ്ങനെയല്ല. അത് നമുക്ക് വളരെയേറെ ചിന്തനീയമായ ഒരു കാര്യമാണ്. ഒത്തിരി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തൊഴിൽ നേടാനായിട്ട് മറന്നുപോയ ഒരു സമൂഹം. അസറ്റ് മോശമല്ലാതെ വരുമ്പോഴും കടം കയറി ദുർബലമാകുന്ന ഒരു സമൂഹം. അങ്ങനെ ഒത്തിരി കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിപരീതങ്ങളായിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. KS ജെയിംസ് സാറ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിമാനമാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ വൈസ് ചാൻസലറായിട്ട് നമ്മുടെ സീറോ മലബാർ സഭയുടെ ഒരു അംഗം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് അഭിമാനം. ഏതായാലും ഈ സമയത്ത് സാറിന്റെ ശുശ്രൂഷ നമുക്ക് ഒത്തിരിയേറെ പ്രയോജനപ്രദമാണ്. ഞാനധികം സമയം എടുക്കുന്നില്ല. നമുക്ക് ഇതിന് പ്രതികരണങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ പാറോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രക്ഷാധികാരിയും സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാനും തൃശൂർ ആർച്ച് ബിഷപ്പുമായിട്ടുള്ള അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ ആലഞ്ചേരി പിതാവ് തുടങ്ങി പിതാക്കന്മാരെ KS ജെയിംസ് സാറും TK ജോസോട് തുടങ്ങി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഇതില് പങ്കാളികളായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ജെയിംസ് സാറിന്റെ ഈ പ്രസന്റേഷൻ കണ്ടപ്പോടുകൂടി, അതായത് അൺഎക്സ്പെക്റ്റഡ് എന്ന് ജെയിംസ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പൻസിൽ ഒരു നല്ല ശതമാനവും അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. പക്ഷെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, 2008 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിലേതാണ് സാറ് അനലൈസ് ചെയ്തത്. അത് പ്രത്യേകിച്ചും ഒരു മൈഗ്രേഷൻ സ്റ്റഡിയുടെ, പ്രത്യേകിച്ച് ഒരു കാത്തലിക്സോ ക്രിസ്ത്യൻസോ നടത്തിയതല്ല, ഒരു സർക്കാർ നടത്തിയ സ്റ്റഡിയുടെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഒരു സ്റ്റഡി നടത്തിയാൽ എൻ്റെ ഒരു ഫീലിംഗ് ഇതിനേക്കാളൊക്കെ ഭയാനകമായ രീതിയിലുള്ള ഒരു ചേഞ്ച് കാണുന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 വർഷം വളരെ വ്യത്യാസം ഈ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇത് കേരളത്തിലെ തന്നെ സ്ഥിതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ മെത്രാനായതിനു ശേഷം തൃശ്ശൂർ രൂപതയിൽ തന്നെ ഏകദേശം 50,000-ഓളം പേര് കുറഞ്ഞതായി ഞാൻ കാണുന്നു. അപ്പോൾ ഡെമോഗ്രാഫിക് സ്റ്റഡി തന്നെ വളരെ വ്യത്യാസത്തിലായിട്ടുണ്ടാകും. മാത്രമല്ല ഈ ശാസ്ത്രീയ പഠനത്തില് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, അത് ജെയിംസ് സാറിനെ പറയണ്ടേ, ഇപ്പൊ നമ്മള് ഈ സർക്കാരിൽ നിന്ന് കിട്ടിയ അവൈലബിൾ ഡാറ്റ വെച്ചിട്ടാണ് സാറിന്റെ ഈ സ്റ്റഡി. ഇപ്പോൾ പ്രത്യേകിച്ച് ഇക്കണോമിക്സ് സർവേയില് അസറ്റ്സും കൺസംഷനെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും തന്നെ ഒരു പാരലൽ ഇക്കോണമി നടത്തുന്ന കുറെ പ്രസ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ മതങ്ങളുണ്ട്. ആ പാരലൽ ഇക്കോണമിയെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷന് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ബാങ്കും മറ്റുള്ള ഇടപാടുകൾ നോക്കിയിട്ടല്ലേ സർവേ നടത്താൻ പറ്റുള്ളൂ. ഞാനൊരു വിലയിരുത്തലിന് ഒരു ഇവാലുവേഷന് വേണ്ടി മാത്രം ഈ വാക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊരു കാര്യം നമ്മൾ കണ്ടത്, ഈ കാസ്റ്റ് സിസ്റ്റം സാറിന്റെ സർവേയില് മുസ്ലിം സമുദായത്തിലെ സുന്നി ഷിയ പോലും ഇല്ല, അവരെല്ലാം ഒറ്റ വിഭാഗമായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് അതെനിക്കറിയില്ല, സാറ് അതിന്റെ എക്സ്പ്ലനേഷൻ മിക്കവാറും പറയാനായിട്ട് സാധിക്കുമായിരിക്കും. ഞാൻ നേരത്തെ നോക്കിയ ഒരു സർവേ അനുസരിച്ച് 1961 കേരളത്തിൽ ക്രിസ്ത്യൻസ് ഏകദേശം 24-25% ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് നമുക്കറിയാം. വളർന്നതും ചുരുങ്ങിയായിട്ടുള്ള സമുദായങ്ങൾ ഏതാണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ലാൻഡ് ഹോൾഡിങ്ങില് സാറ് പറഞ്ഞ ഒരു ഡിക്രീസ്, അത് ഡിസ്ട്രസ് സെയിൽ അടക്കം. ഞാൻ തൃശ്ശൂരത്തെ കാര്യം നോക്കുകയായിരുന്നു, ഞാൻ തൃശ്ശൂർക്കാരനാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ തൃശ്ശൂരിലെ ക്രിസ്ത്യൻസിന്റെ ടൗണില് കോർപ്പറേഷനിൽ ഉള്ളത് 4-1 അല്ലെങ്കിൽ 4-1 ഏകദേശം ചുരുങ്ങിയ തോന്നുന്നത്. അധികം വിറ്റുപോകുന്നത് തൃശ്ശൂർ തന്നെ ഞങ്ങള് ക്രിസ്ത്യൻസിന്റെ സ്ഥലങ്ങളാണ് വിറ്റുപോകുന്നത്. മറ്റൊരു കാര്യം, കർഷകർക്ക് ഇവിടെ ജീവിക്കാൻ പാടില്ല. കാർഷിക മേഖലയിലാണ് സീറോ മലബാറുകാർ അധികവും.
അതില് അവർക്ക് ജീവിക്കാൻ പാടില്ലാതെ ആവുമ്പോൾ അത് വിറ്റ് നാട്ടിൽ നിന്ന് നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഈ സർവേയിൽ നിന്ന് തന്നെ 2008 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്, വേഴ്സ് ആയിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ളത് സീറോ മലബാർ ആണ് എന്ന് സാറിന്റെ ഈ ഇതിൽ നിന്ന് ചില കാര്യങ്ങളിൽ എക്സെപ്ഷൻ ഉണ്ട് എങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാകും. എഡ്യൂക്കേഷനിൽ ഏറ്റവും മുൻനിരയിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ സമുദായമാണ്, അത് മിഷണറിമാരടക്കം. പക്ഷേ അണ്ടർ എംപ്ലോയ്മെന്റിലും അൺഎംപ്ലോയ്മെന്റിലും ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. സീറോ മലബാർ സമുദായം പ്രത്യേകിച്ച് ഒരു 15-20 വർഷം മുമ്പ് വളരെയേറെ സർക്കാർ ജോലിയിൽ ആൾക്കുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നാമമാത്രമായി ചുരുങ്ങി എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നായന്മാരുടെ കമ്മ്യൂണിറ്റി എംപ്ലോയ്മെന്റിൽ, സർക്കാർ എംപ്ലോയ്മെന്റിൽ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ അത് കാരണമാകും എന്നതിനെ കുറിച്ച് സംശയമില്ല. അതുപോലെ തന്നെ എമിഗ്രേഷനിൽ ഇപ്പോൾ കാര്യം ഗൾഫിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെയേറെ പോകുന്നുണ്ട്. പക്ഷെ അവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വരും. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻസില് ഏറ്റവും അതിൽ അതർ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു മാർത്തമായിട്ടാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നത്, കേരളത്തിൽ ഇല്ലാതാകുന്നു. അത് കഴിഞ്ഞാൽ സീറോ മലബാറുമാരി തോന്നി എനിക്ക്. സീറോ മലബാറാണ് എമിഗ്രേഷനിൽ. കാരണം ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എല്ലാം എങ്ങനെയും പുറത്തേക്ക് പോവുക. പ്രത്യേകിച്ച് യങ് കപ്പിൾസ് ഏറ്റവും അധികം കുറയുന്നത്. അതുകൊണ്ട് തന്നെ സാറിന്റെ ഡെമോഗ്രഫിയില് ഈ ചെറുപ്പക്കാര് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ കേരളത്തിലുള്ളത്. പക്ഷെ ഏറ്റവും കുറവുള്ളത് ക്രിസ്ത്യൻസിലാണ്. ആ ക്രിസ്ത്യൻസില് നായന്മാരിലും അതുപോലെ തന്നെ. ഏതായാലും അത് തോന്നുന്നു ചെറുപ്പക്കാർ നാട്ടിലില്ല, നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, മക്കളില്ല. ഇതൊക്കെ നമ്മൾ കണ്ണു തുറപ്പിക്കേണ്ട അവസ്ഥയാണ്. അതിനേക്കാൾ ഭീതിപ്പെടുത്തുന്നതാണ് സാറിന്റെ സർവേയിലെ ഡെറ്റ്, കടം. ഏറ്റവും ഹയസ്റ്റ് ലെവല് സീറോ മലബാർ. അങ്ങനെയാണെങ്കിൽ പ്രായമായവർ കൂടുകയും യുവജനങ്ങളും കുട്ടികളും കുറയുകയും കടം കൂടുകയും സ്ഥലം ഓരോ വർഷം കഴിയും കുറയുകയും ചെയ്യുന്നു. അണ്ടർ എംപ്ലോയ്മെന്റും അൺഎംപ്ലോയ്മെന്റും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നമ്മുടേതായിട്ടൊരു സർവേയുടെ ആവശ്യകത വരുന്നു. ശക്തമായി ഈ പരിതാവസ്ഥയില് ഒന്നിച്ചു നിൽക്കാൻ കണ്ണു തുറപ്പിക്കുന്നതാണ് സാറിന്റെ ഈ ഒരു സർവേ ഫലങ്ങള്. അതിനേക്കാളും ഇനി നമ്മൾ തന്നെ സർവേ നടത്തി ശരിയായിട്ടൊരു അവസ്ഥ കണ്ടുപിടിക്കേണ്ട ആവശ്യകതയാണ്. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഈ ഒരു കണ്ണു തുറപ്പിക്കുന്ന സാറിന്റെ സർവേക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞ് ഞാൻ എന്റെ പ്രതികരണം അവസാനിപ്പിക്കുക. ആൻഡ്രൂസ് പിതാവിന് നന്ദി. ഒരുപക്ഷെ KS ജെയിംസ് സാറ് അഭിനന്ദ പിതാവ് ഉന്നയിച്ച ചില ചോദ്യങ്ങൾക്ക് ഏറ്റവും അവസാനം മറുപടി പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്കിനിയും അടുത്തതായിട്ട് നമ്മളുടെ കൂടെ പ്രതികരണം നൽകാനായിട്ടുള്ളത് തിരുവമ്പാടി MLA ശ്രീ ജെയിംസ് മാത്യു സാറാണ്. നമുക്കറിയാം നമ്മൾ ഈ ഒരു സെമിനാർ, ഇത്തരത്തിലുള്ള പഠനങ്ങളെല്ലാം നടത്താൻ നിമിത്തമായത് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ്ത്യൻ പിന്നോക്കാവസ്ഥ പഠിക്കാനായിട്ട് ജസ്റ്റിസ് കോശി കമ്മീഷനെ നിയമിച്ചു എന്നുള്ളതാണ്. അതിനുള്ള കൃതജ്ഞത അഭിവന്യ കർദിനാൾ പിതാവ് ഈ ചർച്ചയുടെ ആദ്യം അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജെയിംസ് മാത്യു സാറ് നമ്മുടെ സീറോ മലബാറുകാരനാണ്, കമ്മ്യൂണിറ്റി അംഗമാണ്. അദ്ദേഹം നമ്മുടെ ആള് തന്നെയാണ്. പ്രത്യയശാസ്ത്രപരമായിട്ടൊക്കെ അദ്ദേഹം അത് സമ്മതിക്കുകയില്ലെങ്കിലും നമുക്ക് കൈവിടാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ജെയിംസ് മാത്യു സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അഭിവന്യ പിതാക്കന്മാരെ, ഈ പ്രസന്റേഷൻ നടത്തിയ പ്രിയപ്പെട്ട KS ജെയിംസ് സാർ, എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഒരുപക്ഷെ ഓർമ്മിക്കുന്നുണ്ടാവുമോ എന്നെനിക്ക് അറിയില്ല. അദ്ദേഹം ഒരു ചികിത്സാർത്ഥം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തെ അവിടെ പോയി കാണുകയുണ്ടായി. 5 വർഷം മുമ്പാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ KS ജെയിംസ് സാർ പറഞ്ഞ കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഞാൻ അദ്ദേഹവുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തോട് മാത്രമല്ല, മറ്റ് 5 പിതാക്കന്മാരോടുകൂടി ഇക്കാര്യം ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയല്ല അത് ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ KS ജെയിംസ് സാർ അവതരിപ്പിച്ച പ്രസന്റേഷനിലെ എല്ലാ കാര്യവും എക്സലന്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ചെറിയൊരു സംശയമുള്ളത്. അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. അത് കടത്തിന്റെ ഭാരത്തെക്കുറിച്ചാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കുന്ന സോഴ്സ് എങ്ങനെയുള്ളതാണെന്നുള്ളതിനെ ആശ്രയിച്ചുകൂടിയിരിക്കുന്നു. ഞാനത് പറയാൻ കാരണം, നമ്മുടെ ഔദ്യോഗികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം കണക്കുകൾ എടുക്കുമ്പോൾ ഔദ്യോഗിക സംവിധാനത്തിലൂടെ കടബാധ്യതയുള്ളവരുടെ
കാര്യം മാത്രമാണ് നമ്മുടെ റെക്കോർഡിലേക്ക് വരിക, ഡാറ്റാബേസിലേക്ക് വരിക. ഇവിടെ ലാൻഡ് ഏറ്റവും കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കാത്തലിക് കമ്മ്യൂണിറ്റി. സ്വാഭാവികമായിട്ടും ബാങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ കൊളാട്രൽ സെക്യൂരിറ്റിയുടെ മേലെ മാത്രമാണ് വായ്പ കൊടുക്കുക. അപ്പൊ ഭൂമി ഉള്ളവന് മാത്രമാണ് കൊളാട്രലിന്റെ മേലെ വായ്പ കിട്ടാനായിട്ടുള്ളത്. ആ വായ്പ എടുക്കാൻ ഏറ്റവും സാധ്യതയുള്ള കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. എന്നാൽ മറ്റുള്ളവർ കടപ്പെടുന്നത് എവിടെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവർ ബ്ലേഡ് ബാധ്യതകളിലാണ്. നമ്മളത് ആത്മഹത്യകളുടെ എണ്ണം എടുത്താൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിനെ കാണാതിരിക്കുകയല്ല. പക്ഷെ മറ്റു പല കമ്മ്യൂണിറ്റിയിലുമുള്ളത്, ഞാൻ ഈ നിയമസഭാ സമിതിയുടെ ഭാഗമായിട്ടുള്ള 1-2 സർവേകളിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ പ്രധാനമായിട്ടും വയനാട് ജില്ല പോയി കണ്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ബ്ലേഡ് കടബാധ്യത വലിയ തോതിലുണ്ട്. അത് നമുക്ക് പലപ്പോഴും ഈ സർവേയിൽ വന്നിട്ടുണ്ടോ, ഈ ഡാറ്റാബേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു കാര്യം ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തോട് ഈ പ്രസന്റേഷനിലെ കണ്ടെത്തലുകളോട് ഞാൻ യോജിക്കുകയാണ്. എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അത് മറ്റൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇതിലെല്ലാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പിറകിലാണ് എന്ന് നാം പറയുമ്പോൾ, പ്രത്യേകിച്ച് കാത്തലിക്സ് പിറകിലാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: നമ്മളെക്കാൾ വളരെ പിറകിലാണ് ഇവിടെയുള്ള നമ്മുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മറ്റു കമ്മ്യൂണിറ്റി എന്നിരിക്കട്ടെ, എങ്കിൽ നാം സാറ്റിസ്ഫൈഡ് ആണോ? ഒരിക്കലും ആവരുത് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ് ഗവൺമെന്റ് ജോലികളുടെ കാര്യത്തിൽ. സ്വത്തുക്കളുടെ കാര്യത്തിൽ എടുത്താൽ മറ്റു ചില കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ പിന്നിലാണ്. നമ്മൾ മറ്റൊരു കമ്മ്യൂണിറ്റിയെയോ മതവിഭാഗത്തെയോ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പരിതപിക്കുകയല്ല വേണ്ടത് എന്ന ശക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് റോമൻ കാത്തലിക്, സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ ഒരു ശതമാനം ആശ്രയിക്കുന്നത് കാർഷിക വൃത്തിയാണ്. ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കാണിക്കുന്ന സവിശേഷമായ ഒരു കാര്യം, കാർഷിക മേഖലയുടെ തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് കൃഷിഭൂമി വിറ്റുപോകാൻ. ഞാൻ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെയും മറ്റു പിതാക്കന്മാരെയും കാണാൻ പോയപ്പോൾ പറഞ്ഞത്, ഞാൻ തലശ്ശേരി രൂപതയ്ക്ക് കീഴിലെ മണിക്കടവ് ഇടവകയിലെ, അവിടെ നിന്ന് മണിക്കടവിൽ നിന്ന് വളരെ ഇന്റീരിയർ ആയ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളാണ്. എൻ്റെ കുടുംബം അവിടെ ഉണ്ടായിരുന്ന ഭൂസ്വത്ത് മുഴുവനും വിറ്റു. ഏതാണ്ട് 25 ഏക്കർ ഭൂമി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോഴത് 25 സെന്റ് ഭൂമി മാത്രമാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന പ്രദേശത്തെ ഏതാണ്ട് 3 മലകളിലുള്ള എല്ലാ മലകളിലെയും ആളുകൾ ഭൂമി വിറ്റു. വിൽക്കുന്നതിന് അടിസ്ഥാനം മറ്റൊന്നുമില്ല. അവിടെ കൃഷി ചെയ്യുക ഒട്ടും ലാഭകരമല്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്, കാർഷിക വിളകൾക്ക് വിലയില്ല. അപ്പോൾ ഇത് സംരക്ഷിക്കുക, കാട് തെളിക്കാനുള്ള കാശ് പോലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിള വിറ്റാൽ നമുക്ക് കിട്ടില്ല. അപ്പൊ പിന്നെ എന്തേ വഴിയുള്ളൂ? വിറ്റിട്ട് ടൗണിൽ എവിടെയെങ്കിലും പോയി ഒരു 5-10 സെന്റ് സ്ഥലം വാങ്ങി നമുക്ക് വളരെ ചെറിയ വിറ്റ് കിട്ടുന്ന കാശ് ബാങ്കിൽ നിക്ഷേപിച്ചോ ചെറിയ എന്തെങ്കിലും ഏർപ്പാടുകളിൽ ഏർപ്പെട്ടുകൊണ്ടോ ജീവിക്കുക എന്നുള്ളതാണ്. ഇതൊരു വലിയ അവസ്ഥയാണ്. മറ്റൊന്ന്, ഇവിടെ നമുക്ക് ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബഹുമാന്യനായ പിതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ, സഭാ അംഗങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ്. അവർക്ക് പോകാതെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ എങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാൻ ഇവിടെ ഈ നിരീക്ഷണങ്ങളോടൊക്കെ യോജിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിലവിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ കൈവശമുള്ള, കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ കൈവശമുള്ള അസറ്റ്സ് എന്താണ്? അത് ഭൂസ്വത്തുക്കളാവട്ടെ മറ്റ് വിധത്തിലുള്ള അസറ്റ്സ് ആണ്. അതെങ്ങനെയാണ് ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കുക എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഊന്നലുണ്ട്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, ഈ പിതാക്കന്മാരെ എല്ലാം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, 25% ഭൂമി തോട്ടമാണ്. തോട്ടത്തിൽ കൃഷി മാറ്റാൻ ഇന്ന് നിയമവ്യവസ്ഥ അനുശാസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അപ്പൊ തോട്ടം വിളകളിലെ റബ്ബറും ഏലവും കാപ്പിയും തേയിലയും നഷ്ടത്തിലാണ്, തോട്ടങ്ങൾ പൂട്ടുകയാണ്. സ്വാഭാവികമായിട്ടും തോട്ടത്തിൽ കൃഷി മാറ്റാനുള്ള അംഗീകാരം സർക്കാർ നൽകണം. അതിനുവേണ്ടി ഈ സമ്മർദ്ദം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. തോട്ടം വിളകളിൽ മാറ്റം വരുത്തിയാൽ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യാൻ സാധിക്കും. കാർഷിക വൃത്തി ലാഭകരമാവും. ഇപ്പൊ റബ്ബർ തോട്ടത്തിൽ നിന്ന് 1 ഏക്കറിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഒരു വർഷം 12,000 രൂപയാണ്. 10 ഏക്കർ ഭൂമിയുള്ള ആൾക്ക് 1,20,000 രൂപയാണ് ഓൺ ആൻ ആവറേജ് കിട്ടുക. 1,20,000 രൂപ കിട്ടിയിട്ട് ഒരു 10 ഏക്കർ ഭൂമിയുള്ള ആൾക്ക് അയാളുടെ സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ സാമ്പത്തിക സ്ഥിതി ഉറപ്പാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ അയാൾ ഒരു 10 സെന്റുകാരനാണെങ്കിൽ
ഈ പറയുന്ന തുകയുണ്ടെങ്കിൽ 1,20,000 രൂപ ഉണ്ടെങ്കിൽ 10 സെന്റുകാരന് ജീവിക്കാം, 10 ഏക്കറുകാരന് ജീവിക്കാൻ പറ്റില്ല. ഇതൊരു സാമൂഹ്യ സാഹചര്യത്തിന്റെ കൂടി പ്രതിഫലനമാണ്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ 10 ഏക്കർ സ്ഥലം തോട്ടം എന്നുള്ളതിന് പകരം ഫലവൃക്ഷങ്ങളായിരുന്നെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഞാൻ പറയുന്നത്, ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങളിൽ മണ്ണില്ലാതെ തന്നെ കൃഷി ചെയ്യുന്നു, ലാഭകരമാവുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് അക്വാപോണിക്സ് പോലെ, ഹൈഡ്രോപോണിക്സ് പോലെ, ബയോഫ്ലോ മത്സ്യകൃഷിയുണ്ട്. ഒരുപാട് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ട മാർഗങ്ങൾ ആരായാൻ സാധിക്കും. അത്തരം ഒരു ശ്രമം സർക്കാരിന്റെ പിൻബലത്തോടു കൂടി നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരുടെ മുൻകൈയിൽ ഇപ്പൊ പാരോക്ക് പോലെയുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാധ്യതയാണ് തുറക്കുക. എന്റെ കൺസെപ്റ്റ് ഞാൻ പറയുകയാണ്, 25 സെന്റ് ഭൂമി സ്വന്തമായിട്ടുള്ള ഒരാൾക്ക് കേരളത്തിൽ മാന്യമായി ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ആ 25 സെന്റ് സ്ഥലത്ത് അയാൾക്കൊരു 15-20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി ഉണ്ടാവണം. ആ കപ്പാസിറ്റി എങ്ങനെ ഉണ്ടാവും? ഇയാളുടെ 25 സെന്റ് പണയപ്പെടുത്തിയാൽ ഒരിക്കലും കിട്ടില്ല. അതിന് സർക്കാർ സംവിധാനം ഉണ്ടാക്കണം. അതിന് നമുക്ക് സമ്മർദ്ദം ചെലുത്താൻ സാധിക്കണം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് വാല്യൂ അഡീഷൻ ആണ്. നമ്മൾ തേങ്ങ പറിക്കുന്നു, തേങ്ങയായി കൊടുക്കുന്നു, പരമാവധി കൊപ്രയാക്കുന്നു. നമ്മൾ റബ്ബർ വെട്ടുന്നു, റബ്ബർ ഷീറ്റായിട്ട് കൊടുക്കുന്നു. ഒരു ടയറിന്റെ വില കഴിഞ്ഞ 20 വർഷമായിട്ട് 4 ഇരട്ടി 5 ഇരട്ടി വർദ്ധിച്ചു. റബ്ബറിന്റെ വില താഴോട്ട് പോവുകയാണ്. 250 രൂപ റബ്ബർ ഷീറ്റിന് വില ഉണ്ടായിരുന്ന കാലത്ത് 10 കിലോ ഷീറ്റ് കൊടുത്താൽ ഒരു ടയർ വാങ്ങാൻ സാധിക്കുമായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് 50 കിലോ റബ്ബർ ഷീറ്റ് കൊടുത്താലും ആ ടയർ വാങ്ങാൻ സാധിക്കില്ല. അപ്പൊ കൃഷിക്കാരന്റെ അവസ്ഥ എവിടേക്ക് പോകുന്നു? ഒരു കാർ ഉള്ളവന്റെ അവസ്ഥ ഈ ഷീറ്റ് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് 4 ടയർ മേടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോകും. തീർച്ചയായിട്ടും വാല്യൂ എഡിഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കൃഷിക്കാരൻ അതുപോലെ തന്നെ മത്സ്യം ഉൾപ്പെടെയുള്ള വിവിധ ആനിമൽ ഹസ്ബൻഡറിയുടെ ഭാഗമായിട്ടുള്ള മൃഗസംരക്ഷണ മേഖലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർക്ക് അവരുടെ പ്രോഡക്റ്റിന് വാല്യൂ അഡീഷൻ ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. മൂന്നാമത് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇതെല്ലാം ഈ ആധുനിക കാലത്ത് സാധ്യമാവുന്ന നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ വലിയ ഒരു ശതമാനം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നാമമാത്ര വിലയ്ക്ക് വിൽക്കാൻ ഗതികേട് അനുഭവിക്കുന്ന, കടബാധ്യതയിൽ നിന്ന് കടബാധ്യതയിലേക്ക് പോയി ഉള്ള കൃഷിഭൂമി കൂടി വിൽക്കേണ്ടി വരുന്ന കൃഷിക്കാരനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും? ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, ഇതൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ 5 പിതാക്കന്മാരെ കണ്ടപ്പോഴും സൂചിപ്പിക്കേണ്ട. എന്നിട്ട് ഞാൻ അന്ന് നടത്തിയിട്ടുള്ള റിക്വസ്റ്റ് ഒറ്റ കാര്യത്തിലാണ്, റബ്ബറിന്റെ കാര്യത്തിൽ ഒരു വാല്യൂ അഡീഷൻ സാധ്യമാവുന്നതിന് വേണ്ടി ഒരു റബ്ബർ മരം ഉള്ള ആൾ 10 രൂപ കൊടുത്താൽ കേരളത്തിൽ റബ്ബറിന്റെ വാല്യൂ അഡീഷൻ ആവശ്യമായ ഒരു ലാറ്റക്സ് ഫാക്ടറി സിസ്റ്റം, ഒരു കോംപ്ലക്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഗവൺമെന്റ് ലാൻഡ് കൊടുക്കണം, ഗവൺമെന്റ് മിഷനറി ഇറക്ട് ചെയ്യാനുള്ള പണം കൊടുക്കണം, ലാറ്റക്സ് ആയിരിക്കണം, കൃഷിക്കാരന്റെ ലാറ്റക്സ് ആയിരിക്കണം, നാച്ചുറൽ ലാറ്റക്സ് ആയിരിക്കണം അവന്റെ ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റോട് കൂടി വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് ചെരുപ്പ് മുതൽ ടയർ വരെയുള്ള സാധനം വരികയും അത് മലയാളികൾ ഉപയോഗിക്കുക, സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റയടിക്ക് നമ്മൾ റബ്ബറിന് 110 ഇപ്പൊ 118 ആക്കി 120 ആക്കി എന്ന് നമ്മൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അതാക്കുന്നത്. അതിന് കൊടുക്കുന്ന സബ്സിഡി പോലും ഒരുപക്ഷെ വേണ്ടി വരില്ല സർക്കാർ ഇങ്ങനെ ഒരു മുൻകൈ എടുത്താൽ. അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പിൻ പോയിന്റഡ് ആയിട്ടുള്ള സർക്കാരിന്റെ മുൻപാകെ പറയാൻ സാധിക്കണം വാല്യൂ അഡീഷനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഞാൻ സൂചിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കണ്ണു തുറപ്പിക്കുന്ന ചർച്ചയ്ക്ക് പാറോക്ക് മുൻകൈ എടുത്തതിന് ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ പീരീഡിൽ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ തോട്ടങ്ങളിൽ ഫലവൃക്ഷങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സബ്മിഷൻ അവതരിപ്പിക്കുകയുണ്ടായി. മൃഗസംരക്ഷണ മേഖലയിലെ നിലവിലുള്ള നിയമങ്ങളുടെ ഊരാക്കുടുക്കുകൾ പരിഹരിക്കുന്നതിനുള്ള സബ്മിഷൻ അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇപ്പോഴീ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പഠിക്കാൻ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ച സാഹചര്യത്തിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു റിയൽ സ്റ്റാറ്റസ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഇവിടെ പ്രിയപ്പെട്ട KS ജെയിംസ് സാർ അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. വേ ഔട്ട് എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇടയിൽ ഞാൻ പരാമർശിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെക്കാൾ നമ്മൾ പിറകിലാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ പിറകിലാണോ എന്നുള്ളത് ആവരുത് നമ്മുടെ പ്രശ്നം. നമുക്കിതല്ല വേണ്ടത്, നമുക്ക് ഇതിനേക്കാൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാവുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അംഗബലം കുറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്നത്
ചെറുപ്പക്കാരായ ആളുകൾ തൊഴിൽ തേടി. ഇപ്പൊ UK-യിലും US-ലും ഓസ്ട്രേലിയയിലും മിഡിൽ ഈസ്റ്റിൽ താരതമ്യേന കുറവാണ്. എത്ര പേരുണ്ട് എന്ന് നോക്കി. എന്റെ ബന്ധുക്കൾ നിരവധി പേരാണ്. ഞാൻ യഥാർത്ഥത്തിൽ എന്റെ മക്കൾ വിദേശത്ത് പോകാതിരിക്കാൻ കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര കണ്ട് എനിക്ക് അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ജീവിക്കണമെങ്കിൽ അങ്ങനെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. എന്തുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നും കൂടി നാം കാണണം. മിഡിൽ ഈസ്റ്റിൽ എവിടെയും പെർമനന്റ് PR ഇല്ല. അവിടെ PR ഇല്ല, അവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഒരു 60-65 വയസ്സ് കഴിയുമ്പോൾ അവരെല്ലാം തിരിച്ച് കേരളത്തിലേക്ക് വരും. മലപ്പുറത്തും പഴയങ്ങാടിയും നമ്മുടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വരും. എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന UK-യിലും US-ലും ഓസ്ട്രേലിയയും മറ്റ് രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്ന ആളുകൾ അവിടെ PR വാങ്ങി അവിടെ പെർമനന്റ് സെറ്റിൽ ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? മിഡിൽ ഈസ്റ്റിൽ പോകുന്ന മുസ്ലിംസ് പ്രായമായി കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. കേരളത്തിൽ നിന്ന് വന്നു പോകുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തിരിച്ചു വരുന്നില്ല. ഞാൻ പിറവത്തൊരു ഉപതെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അതിശയിച്ചു പോയി. കാരണം ഒരൊറ്റ വീട്ടിലും 18-നും 40-നും 40 അല്ല 50-നും ഇടയിൽ പ്രായമുള്ള ആളുകൾ ഇല്ലേ ഇല്ല. അവിടെയൊക്കെ പ്രായമുള്ള ആളുകളുണ്ട്. അവരാണ് ആ വീടുകളിലുള്ളത്. പിറവത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പഠനം നടത്താൻ, പ്രത്യേകിച്ച് ജെയിംസ് സാറിനെ പോലെയുള്ള ഒരാള് ഇത് പ്രസന്റേഷൻ നടത്താൻ തയ്യാറായതിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ താല്പര്യപ്പെടുന്നുവെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഞാൻ തിരുവാമ്പാടി MLA അല്ല, തളിപ്പറമ്പിലെ MLA ആണ്. അത് കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ തളിപ്പറമ്പ് MLA ആണ്. തീർച്ചയായിട്ടും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷപൂർവ്വം ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ അവസരം തന്നതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. നമ്മുടെ തളിപ്പറമ്പ് MLA ശ്രീ ജെയിംസ് മാത്യു സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അദ്ദേഹം ഒരു സാധാരണ MLA എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വളരെ കാര്യമായിട്ട് ഈ വിഷയം പഠിച്ച് കൃത്യമായിട്ട് അവതരിപ്പിച്ച സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ജസ്റ്റിസ് കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചിരിക്കുന്ന പിന്നാക്കാവസ്ഥ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ക്ഷേമവും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ജെയിംസ് മാത്യു സാർ കൂടുതലായിട്ട് ഊന്നിയത് ഈ കമ്മ്യൂണിറ്റിയുടെ ക്ഷേമത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം, അതെല്ലാം വളരെ വാലിഡ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. തീർച്ചയായിട്ടും ക്ഷേമത്തെ സംബന്ധിച്ച് നമ്മൾ ഗവൺമെന്റിന്റെ തലത്തില് നിവേദനങ്ങൾ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് തോന്നുന്നു. സാറിന്റെ സേവനം നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും സാറിനെ വിളിക്കും. അതുപോലെ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ കൂടെയുള്ളത് കേരള ഗവൺമെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ബഹുമാനപ്പെട്ട TK ജോസ് സാറാണ്. TK ജോസ് സാറ് വളരെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, നമ്മുടെ സമൂഹത്തിന് തന്നെ അഭിമാനമായ ഒരു IAS-കാരനാണ്. സ്നേഹപൂർവ്വം സാറിനെ പ്രതികരണത്തിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു പിതാവേ. അഭിവന്യ ആലഞ്ചേരി പിതാവ്, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവ്, ബഹുമാനപ്പെട്ട ടോണി നീലങ്കാവിൽ പിതാവ്, തറയിൽ പിതാവ്, ബഹുമാനപ്പെട്ട തളിപ്പറമ്പ് MLA ശ്രീ ജെയിംസ് മാത്യു MLA, റവറൻഡ് ഫാദർ പയസ് മലേക്കണ്ടത്തിൽ, വളരെ മനോഹരമായ ആ ഒരു നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ അനാലിസിസ് നടത്തിയ KS ജെയിംസ് സാറ്, പങ്കെടുക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരല്പം വൈകി ജോയിൻ ചെയ്തതുകൊണ്ട് പ്രസന്റേഷന്റെ ആദ്യ ഭാഗങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും എല്ലാവരും പറഞ്ഞതിന്റെ അതേപോലുള്ളൊരു ചെറിയ ഷോക്കിൽ കൂടിയാണിത്. ഒരു വളരെ എംബരാസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നമ്മളെല്ലാം ധരിച്ചു വെച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ധാരണകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ പ്രസന്റേഷനിലൂടെ, പ്രത്യേകിച്ച് ജെയിംസ് സാറിന്റെ ആ ഒരു വലിയ സ്റ്റഡിയുടെ ഭാഗമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഈ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് പറയുന്ന ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് മറ്റു ചില ആശയങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ആ പ്രസന്റേഷന്റെ ഭാഗത്ത് ഒരു ഭാഗം കൂടി, അത് ഒരുപക്ഷെ ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ഒന്ന്, വിവിധ സമൂഹങ്ങളിലെ സംരംഭകരുടെ ഒരെണ്ണവും അവരുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ ബിസിനസ്, ട്രേഡ്, സംരംഭങ്ങളുടെ ഒരെണ്ണവും അതൊന്ന് പഠിക്കേണ്ട ഒരു മേഖലയാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാനല്പം വൈകിപ്പോയതിന് ഇത് പൂർണ്ണമായിട്ട് കേൾക്കണമെന്ന് മുഴുവൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കഴിഞ്ഞ 10 ആഴ്ചകളായിട്ട് എല്ലാ വ്യാഴാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും പ്രിൻസിപ്പൽമാരും അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ഒരു വെബിനാർ സീരീസിലാണ്.
കേരളത്തിന്റെ ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങളിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സേവനം എങ്ങനെ ഗവൺമെന്റ് മേഖലയിലും പൊതുസമൂഹത്തിലും പ്രയോജനപ്പെടുത്താമെന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൽ നമ്മുടെ പല പിതാക്കന്മാരുടെയും വൈദികരുടെയും എല്ലാം സഹായവും കിട്ടിയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ആ ഒരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ്. അത് ഞാൻ തന്നെ 2 മണിക്കൂർ ഇപ്പം എല്ലാ ആഴ്ചയിലും അവരോടൊപ്പം ചെലവഴിക്കാറുണ്ട്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യു MLA ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമാണ്. ആ കൂട്ടത്തിൽ 2 വാചകം അദ്ദേഹം ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മാധ്യമ ശ്രദ്ധയിലൊന്നും അധികം വന്നിട്ടില്ല. ഒരു സമഗ്രമായ വികസന പദ്ധതിക്ക് കാർഷിക മൃഗസംരക്ഷണ ക്ഷീര മേഖലയെ അവിടെയുള്ള മുഴുവൻ ജനപങ്കാളിത്തത്തോടെ അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചിട്ട് വലിയൊരു നിശബ്ദമായ ഒരു മാറ്റത്തിന് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹവുമായിട്ട് കൺസൾട്ട് ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ വേണ്ടത്ര മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തില് ഒരുപക്ഷെ വടക്കൻ കേരളത്തിലായതുകൊണ്ടാവാം ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതിന്റെ റിസൾട്ട് കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ കേരള സമൂഹത്തില് ഒരു ജനപ്രതിനിധിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ചെയ്തു വെച്ച വലിയൊരു വികസന മാതൃക അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ അതിലേക്കുമല്ല കിടക്കുക. ബഹുമാനപ്പെട്ട അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവ് സൂചിപ്പിച്ചൊരു കാര്യമാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചും ആവശ്യമായ നടപടികളെക്കുറിച്ചും വികസനക്ഷേമ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റിട്ടയർഡ് ജസ്റ്റിസ് JB കോശി അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു റിട്ടയർഡ് IAS ഓഫീസറായിരുന്ന ഇന്ത്യൻ പ്രസിഡന്റിന്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് IAS റിട്ടയർഡ്, അതുപോലെ കേരളത്തിന്റെ DGP ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഡോക്ടർ ജേക്കബ് പുന്നൂസ്, അദ്ദേഹവും ഇങ്ങനെ 2 പേരും മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു കമ്മീഷന്റെ മുമ്പാകെ കമ്മീഷൻ വരട്ടെ പഠിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം നമ്മുടേതായ ഒരു ഇടപെടലുകളിലൂടെ പഠനത്തിലൂടെ അവരുടെ മുമ്പാകെ അവരുടെ ടേംസ് ഓഫ് റെഫറൻസിന് അപ്പുറത്തേക്കും നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പൊതുവെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് ഒരു സിറിയൻ വിഭാഗങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, കാത്തലിക്കിലും അല്ലാത്ത നോൺ കാത്തലിക്കും ആയിട്ടുള്ളവരുടെ പൊതുവായിട്ടുള്ള നിലവാരം, വിദ്യാഭ്യാസവും സാമ്പത്തികവുമായിട്ടുള്ള നിലവാരം, സാമൂഹ്യ നിലവാരമൊക്കെ മികച്ചതാണെന്നുള്ളൊരു പൊതുധാരണയാണ്. എന്നാൽ ഇതേ സമൂഹങ്ങളിലെല്ലാം, ഞാൻ ഒരുപക്ഷെ ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, എല്ലാ സമൂഹങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പൊ കൃത്യമായിട്ട് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു ധാരണ ഈ സിറിയൻ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ സിറിയൻ കാത്തലിക്സിന്റെ ഇടയിൽ പിന്നോക്കാവസ്ഥ ഇല്ലെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഗ്രാമീണ തലങ്ങളിലെ മലയോര മേഖലകളിലെ ഇടവകകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എല്ലാ ഇടവകകളിലും, എല്ലാ രൂപതകളുടെയും എല്ലാ ഇടവകകളിലും, അത് ഗ്രാമീണമെന്നോ മലയോരമെന്നോ ഇടുക്കിയെന്നോ ഹൈറേഞ്ച് എന്നോ താമരശ്ശേരി എന്നോ അല്ലെങ്കിൽ തലശ്ശേരി എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ജീവിക്കാൻ ഗതികേടുള്ള, ബുദ്ധിമുട്ടുള്ള നിരവധി കുടുംബങ്ങളെ കാണുന്നുണ്ട്. അതിന്റെ ശതമാനം ഒരുപക്ഷെ മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കാം. പക്ഷേ ഇവിടെ ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സുകാരനാണ്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഒരു വിഷമം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന കുടുംബത്തിന്റെ മുമ്പിൽ ശരാശരികളും ആവറേജുകളും നമ്മുടെ ഇൻഡെക്സുകൾ അത് അവരുടെ വിശപ്പകറ്റുകയോ പട്ടിണി മാറ്റുകയോ രോഗം മാറ്റുകയോ ചെയ്യുകയില്ല. എങ്ങനെയാണ് നമ്മുടെ ഈ സമിതിയുടെ മുമ്പാകെ നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ചിത്രം, പലപ്പോഴും അവര് നിശബ്ദരാണ്, പലപ്പോഴും വേദികൾ കിട്ടാറില്ല, നമ്മുടെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പൊതു സംഘടനാ സംവിധാനത്തിലൊന്നും അവര് വരാറില്ല. അഗതികളായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, നിസ്സഹായരായിട്ടുള്ള ആളുകൾ നിരവധി തവണ പലപ്പോഴും ഗവൺമെന്റിലും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്തുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാവാം അദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും നിരാലംബരായിട്ടുള്ള കുറെ പേരുടെ
കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ ഇത്തവണക്കത്തെ ബഡ്ജറ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ നാട്ടില് ഈ കൃഷിക്കാർ മാത്രമല്ല, ക്രിസ്ത്യൻസിന്റെ ഇടയിലും കർഷക തൊഴിലാളികളുണ്ട്. വെറും കിടപ്പാടം 10 സെന്റോ അല്ലെങ്കിൽ 4 സെന്റോ 5 സെന്റിലൊക്കെ താമസിക്കുന്ന, കാർഷിക മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഗുരുതരമായ രോഗം ബാധിച്ചവരും, ഈ നേരത്തെ പറഞ്ഞ കൃഷി ലാഭകരമല്ലാത്തത് കൊണ്ട് ഭൂമി വിറ്റ് മാറുന്നത് പോലെ തന്നെ മാറാരോഗങ്ങളും ആശുപത്രി ചികിത്സയ്ക്കും വേണ്ടി അവര് ജീവിതത്തോട് പ്രതിപത്തിയുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരുടെ പട്ടിണിയില്ല എന്നർത്ഥമില്ല. രോഗം കൊണ്ട്, രോഗചികിത്സ കൊണ്ട് വസ്തു മുഴുവൻ വിറ്റുപോകുന്ന നൂറുകണക്കിന് ആൾക്കാർ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പം നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിനുള്ള ആ ശുപാർശകൾ നമ്മുടെ സമൂഹത്തിൽ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന്, ഞാനൊരു റിക്വസ്റ്റ്, എനിക്ക് തോന്നുന്നു നമ്മുടെ താമരശ്ശേരി രൂപതയിൽ നിന്ന് മാത്രം ഒരു ചെറിയ ക്വസ്റ്റനെയർ ഒക്കെ തയ്യാറാക്കിയിട്ട് എല്ലാ പാരിഷസിന്റെയും ഇടവകകളുടെയും ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച്, മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇടവകകളിൽ ചിലയിടത്തെങ്കിലും, ചില രൂപതകളിലെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ ആ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ എണ്ണവും അവരുടെ ആ ഒരു വെറൈറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്കെയിൽ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് ലാക്സിറ്റി, ഇല്ലായ്മകളുടെ ആ ഒരു സ്കെയിലിംഗ് ഒക്കെ ഒന്ന് നമ്മൾ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. ഞാനിതൊരു ചെറിയ ഉദാഹരണവും കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്ന്, ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഞങ്ങൾ 98, 99, 2000 വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നത് കേരളത്തിലെ മുഴുവൻ പാവപ്പെട്ട ആളുകളും കുടുംബശ്രീ സംവിധാനത്തിൽ വന്നു എന്നായിരുന്നു. പക്ഷെ പിന്നീട് നോക്കിയപ്പോഴാണ് പല പഞ്ചായത്തുകളിലും നഗരങ്ങളിലുമൊക്കെ ഒരു കുടുംബശ്രീ അയൽക്കൂട്ട യോഗത്തിലേക്ക് വരാൻ പോലും കഴിയാത്തത്ര പിന്നോക്കാവസ്ഥ, ദാരിദ്ര്യം, കഷ്ടപ്പാടുള്ള ആളുകളുണ്ട്. അത് ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആവാം, അല്ലെങ്കിൽ ഒരു മാറാരോഗം ബാധിച്ച കുടുംബനാഥനിലെ ഏണിംഗ് മെമ്പർ ഒരു കാരണവശാലും ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്തത്ര രോഗിയായിരിക്കാം. വാഹനാപകടങ്ങളിൽ മരിച്ചവരുടെ 10 മടങ്ങ് 11 മടങ്ങാണ് ഗുരുതരമായ വൈകല്യം ബാധിച്ചില്ലെങ്കിൽ കിടപ്പിലായ, ഒരു ശയ്യാവലംബിയായ ആളുകളുണ്ട് കേരളത്തില്. അതേപോലെ തന്നെ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടിയുള്ള ഒരമ്മ, പാവപ്പെട്ട അല്ലെങ്കിൽ ലോവർ ഇൻകം ഗ്രൂപ്പിന്റെയും താഴെയുള്ളവരും ആ ഒരു ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ഒരു കുട്ടിയുണ്ട്. അതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളിൽ ആ അമ്മയ്ക്ക് പോലും പങ്കെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ വികസനത്തിന്റെ പുറംപോക്കുകളിലായി പോയെന്ന് വെച്ചാൽ, വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത, റേഷൻ കാർഡ് ഇല്ലാത്ത, അന്ന് ആധാറൊന്നും ഇല്ലാത്തൊരു കാലത്ത് റേഷൻ കാർഡും വോട്ടർ പട്ടികയും മാത്രമായിരുന്നു അവരുടെ ഐഡന്റിറ്റി. ഇതൊന്നുമില്ലാത്ത നിരവധി ആളുകളുണ്ട്. മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, അതെല്ലാം ഞാനതിപ്പം ക്രിസ്ത്യൻസിന്റെ ഇടയിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലുണ്ട്. പക്ഷെ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ നമുക്ക് നമ്മുടേതുപോലുള്ള ശക്തമായ ഇടവക സംവിധാനവും രൂപത സംവിധാനവും ഒക്കെ ഉള്ളിടത്ത് പോലും അങ്ങനെയുള്ളവരുണ്ട്. അപ്പോ ഒരുപക്ഷെ ഇടവക സമൂഹത്തിന് മാത്രമോ രൂപതയ്ക്കോ മാത്രമല്ല, ഇത് ഒരു നല്ല പങ്ക് ഇത്തരം വികസനത്തില് ഗവൺമെന്റിനും പങ്കുവഹിക്കാനുണ്ട്. അപ്പൊ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു തീവ്ര ശ്രമം ഈ സമിതി നിലവിലുള്ളപ്പോൾ, അടുത്ത ഒരു 5-6 മാസം കൊണ്ടാണ് ഈ സമിതി അതിന്റെ പഠനവും സിറ്റിങ്ങും പൂർത്തിയാക്കാൻ പോകുന്നത്. ഞാൻ അവരുടെ മെമ്പർമാരുടെ ഇടയിൽ, എനിക്ക് ചെയർമാനോട് നേരിട്ട് ഈ വിഷയം സംസാരിക്കാൻ സമയം കിട്ടിയില്ല. അവരോട് പറഞ്ഞത്, ദയവായി നമ്മുടെ ഈ പ്രധാനപ്പെട്ട മേഖലകളിൽ പോവുകയും അവിടുത്തെ സമൂഹവുമായിട്ട് ഇടപഴകുകയും ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ 2-3 ചെറിയ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, കഴിഞ്ഞ ഒരു 2-3 തലമുറയായിട്ട് നമ്മുടെ സമൂഹത്തില് 2-3 തലമുറയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിനും സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ ജോലിക്കും വേണ്ടി നമ്മൾ മുഖ്യമായി ഊന്നൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും ഇന്ന് എമർജ് ചെയ്ത് വരികയും ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും സംരംഭകത്വത്തിലേക്ക്, എനിക്ക് തോന്നുന്നു ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെയും ആലഞ്ചേരി പിതാവിന്റെയൊക്കെ 1-2 യോഗങ്ങളിൽ ഞാൻ ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ സംരംഭകത്വത്തിലേക്കും ഒരു പുതിയ ആശയങ്ങളിലേക്ക് നയിക്കുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ എങ്ങനെ പങ്കുവഹിക്കാൻ കഴിയും? 2-3 ഉദാഹരണങ്ങൾ പറയാം.
ഇപ്പോൾ നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുണ്ട് പാർസി സമുദായം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ കമ്പനികളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉടമകളോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സാണ് അവർ. മാർവാടി സമുദായം ഇന്ത്യയിൽ അതേപോലെ തന്നെ സംരംഭങ്ങളിലൂടെയും ബിസിനസ്സിലൂടെയും സമൂഹത്തിൽ അവര് വളർന്നു വലുതായവരാണ്. യഹൂദര് അമേരിക്കയിലെ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനം ഒരു ചെറിയ ജനപദം, നമ്മുടെ കൊച്ചു കേരളത്തിന്റെ 60% മാത്രം ഭൂവിസ്തൃതിയും 40% ജനസംഖ്യയുമുള്ള ആ കൊച്ചു രാജ്യം ലോകത്തെ അമേരിക്കയെ പോലുള്ള ഒരു സമ്പന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും തീരുമാനങ്ങളിലും നയരൂപീകരണത്തിലും സ്വാധീനം ചെലുത്താവുന്ന രീതിയിലേക്ക് വന്നത് വിദ്യാഭ്യാസം മാത്രം കൊണ്ടോ മതം കൊണ്ടോ മാത്രമല്ല, അവരുടെ സംരംഭകത്വ സ്വഭാവം കൊണ്ട് കൂടിയാണ്. പരമ്പരാഗതമായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ കുറെ പേരൊക്കെ പഴയ കാലത്ത് ഈ സംരംഭകരും ട്രേഡും എല്ലാം ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം കൃഷിയിലായിരുന്നു എന്നേ ഉള്ളൂ. ഇനി വരും കാലങ്ങളിൽ ഇപ്പം ചൈനയുടെയോ കൊറിയയുടെയോ ജപ്പാന്റെയോ ഒക്കെ കഥ എടുത്താൽ അവിടെ ഈ പഠനവും വിദ്യാഭ്യാസവും നടത്തി ആളുകൾ ജോലിക്ക് പോവുക എന്നുള്ളൊരു മനോഭാവത്തിന്റെ അപ്പുറത്തേക്ക് സംരംഭങ്ങളിലേക്കും തൊഴിൽ ദാതാക്കളാവുന്നതിലേക്കും മൂല്യവർദ്ധനവിലൂടെ സമൂഹത്തിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു കാഴ്ചപ്പാടാണ് കഴിഞ്ഞ 40-50 കൊല്ലമായിട്ടുണ്ടായത്. നമുക്ക് അത്തരത്തിലുള്ള ഒരു മാറ്റം അതിവേഗം കൊണ്ടുവന്നില്ലെങ്കിൽ ഈ കാർഷിക മേഖലയുടെയും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള വരുമാനത്തിന്റെ ആ രീതിയിൽ നിന്ന് മാറ്റിയെടുത്ത്, ഇപ്പൊ കാർഷിക മേഖലയിൽ തന്നെ ആണെങ്കിൽ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നതിന് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ 1 മണിക്കൂർ സംസാരിക്കേണ്ടതുണ്ടാവും, അതുകൊണ്ട് മുഴുവൻ കിടക്കുന്നില്ല. വാല്യൂ അഡീഷന്റെ ഗുണം കേരളം പോലുള്ളൊരു ഉപഭോക്തൃ സംസ്ഥാനത്ത് വാങ്ങിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് താഴെ വിയറ്റ്നാം കേരളത്തെക്കാൾ അല്ലെ ഇന്ത്യയെക്കാൾ 50 വർഷം വിദ്യാഭ്യാസത്തിലും ടെക്നോളജിയിലും പുറകിലുള്ള വിയറ്റ്നാമിൽ നിന്നുള്ള വാല്യൂ ആഡഡ് പച്ചക്കറികളും പഴങ്ങളും ഇവിടുന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് കൈ നീട്ടിയാൽ കിട്ടാവുന്ന ദൂരത്തുണ്ട്. അത് അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ഇറക്കുമതി ചെയ്യുകയാണ്. സർക്കാർ ജോലിക്കോ സ്വകാര്യ ജോലിക്കോ പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മുടെ ഒരു നല്ല പങ്ക് ആളുകളെ നമ്മുടെ റോ മെറ്റീരിയലിനെ, നമ്മുടെ ബുദ്ധിശക്തിയെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംരംഭങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഒരു നോളജ് ബേസ്ഡ് എക്കണോമിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൈപിടിച്ച് നടത്താൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ എമർജിങ് ടെക്നോളജീസിനോട് നമ്മൾ മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ല. എമർജിങ് ടെക്നോളജീസിലെ സംരംഭകരാവാൻ കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഇതുപോലെയാണ് ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി. ഇപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിയിലെ സിനർജി, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകൾ പോലും 1 നൂറ്റാണ്ട് മാത്രം പഴക്കമുള്ള സിനിമ, ആ ഒരു മീഡിയം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ അത് കാണാൻ കഴിയുന്ന രീതിയിലുള്ള മിനിയേച്ചറൈസേഷനും ഒരു സിനർജിയും കൂടി ഉണ്ടാവുക ചെയ്തത്. കൺവേർജൻസ് ഓഫ് ടെക്നോളജീസ് വരികയാണ്. ഒരുപക്ഷെ ഈ ഒരു കൺവേർജൻസ് ഓഫ് ടെക്നോളജി വരും കാലങ്ങളിലെ ബയോടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ തുടങ്ങിയ നമ്മളെപ്പോഴും കേട്ടുകേൾവി മാത്രമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഊർജിതമായ ഒരു റിസർച്ചും അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റും നടത്തേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളുടെ, ഞാൻ അവിടെയാണ് ലാസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്ഥാപനങ്ങളുടെ മുൻപുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ തന്നെ സ്റ്റാർട്ടപ്പുകളെ എൻകറേജ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഞാനിപ്പോൾ നമ്മുടെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇൻക്യുബേഷൻ സെന്ററുകളും സ്റ്റാർട്ടപ്പുകളും ഉണ്ട്. കേരള ഗവൺമെന്റിന്റെ ഇത്തവണക്കത്തെ ബഡ്ജറ്റിൽ നമ്മൾ ധാരാളം ശ്രദ്ധിച്ചു കാണും സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനവും പ്രചോദനവും. കേന്ദ്ര ഗവൺമെന്റിന്റെയും വരാൻ പോകുന്ന 1-ാം തീയതി തിങ്കളാഴ്ചത്തെ ബഡ്ജറ്റില് നിരവധി വിവരങ്ങൾ അവര് സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പല സോഴ്സിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഒരാഴ്ച മുമ്പ് ഇന്ത്യയിലെ ഒരു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷന്റെ കോൺഫറൻസിനെ നടത്തിക്കൊണ്ടായി. നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ നാട്ടുകാരനായ കോട്ടയം രൂപതക്കാരനായിട്ടുള്ള ജെയിംസ് ജോസഫ് അവിടെ ജാക്ക് ഫ്രൂട്ടിന്റെ 365 ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രസന്റേഷൻ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ നടത്തിയുണ്ടായി. ഞാനിത് പറഞ്ഞത്, ഇത് ഒരു ഐറ്റം മാത്രമാണ്. ഇതേപോലെ നിരവധി കാര്യങ്ങളിലേക്ക് ഒരു കൺവേർജൻസ് ഓഫ് നമ്മുടെ റോ മെറ്റീരിയൽ പ്ലസ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് എഞ്ചിനീയറിംഗ് കോളേജ് ആവാം, മാനേജ്മെന്റ് കോളേജുകളാവാം, അതുപോലെ MSW പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ജനറൽ കോളേജുകളുണ്ട്, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയുള്ള അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു നല്ല ശ്രദ്ധ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്
ഗവൺമെന്റിന് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള അർഹിക്കുന്നവർക്ക് അർഹമായത് കൊടുക്കുക എന്നാണ് നീതി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ നീതിപൂർവമായിട്ടുള്ള ഒരു ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെന്റിനെ നയിക്കാൻ പറ്റുന്ന ഒരു നല്ല മൈക്രോ ലെവൽ പഠനം അത് ഇടവകകളിൽ നിന്ന് ശേഖരിച്ച് രൂപതകളിൽ കൺസോളിഡേറ്റ് ചെയ്ത് ഈ കമ്മീഷന്റെ മുമ്പാകെ പ്രസന്റ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഒറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മൾ കാണേണ്ടത് ഭാവിയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിനുള്ള മൂല്യബോധമുള്ള സംരംഭകരെ കൂടി വാർത്തെടുക്കേണ്ടതിനുള്ള ഒരു ഇതായിട്ട് കാണണം. ഞാനിത് പറയുമ്പോൾ 100% ആൾക്കാർ സംരംഭകരാകുന്ന സർക്കാർ ജോലിയിലേക്ക് പോകുന്നല്ല, ഒരു 5% നമ്മുടെ യുവജനങ്ങളെ സംരംഭകരാക്കി മാറ്റിയാലേ നമ്മുടെ കേരളത്തിന്റെയും എക്കണോമി, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ എക്കണോമി മെച്ചപ്പെടണമെങ്കിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ. ലാസ്റ്റ് പോയിന്റ് കുറെ കൂടി ഷെയർ ചെയ്യാനും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഒരുപക്ഷെ കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും മറ്റ് മുൻപ് സൂചിപ്പിച്ച സമുദായങ്ങളിൽ ഈ ഷെയറിംഗ് മെന്റാലിറ്റി, അത് പണം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, മെന്ററിങ്ങും അതുപോലെ ഒരു മേഖലയിൽ എക്സ്പോഷർ കിട്ടിയ ആളുകൾ അടുത്ത തലമുറയിലുള്ളവരെ മെന്റർ ചെയ്യുക, അറിവ് ഷെയർ ചെയ്യുക, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പം ധാരാളം പണമുള്ള ആൾക്കാർ പോലും നമ്മുടെ ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പുകളിലേക്ക് വെഞ്ചർ ക്യാപിറ്റലോ ഏഞ്ചൽ ഫണ്ടിങ്ങോ പ്രൈവറ്റ് ഇക്വിറ്റിയോ ആയിട്ട് കൊണ്ടുവരുന്നതിന് ചർച്ച എങ്ങനെ നമുക്ക് നമ്മുടെ അല്പം വലിയ താലന്തുകൾ കിട്ടിയ ആളുകളെ എങ്ങനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും ഈ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും എൻ്റെതായ കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാവുമെന്നുള്ള അഷുറൻസോടെ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു ടി കെ ജോസ് സാറ്. തിരക്കിനിടയിലും സാറ് സമയം കണ്ടെത്തി നമ്മളോട്, പ്രത്യേകിച്ച് സാറ് കൂടുതൽ ഊന്നൽ കൊടുത്തത് ഭാവിയെ കുറിച്ചാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി എംപവർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് സാറിന് നന്ദി. നമ്മൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം തലം ഒരു സീറോ മലബാർക്കാരനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സീറോ മലബാർ സഭയുടെ തലവനും KCBCയുടെ പ്രസിഡന്റുമായ അഭിവന്യ മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവേ, മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവേ, മാർ തോമസ് തറയിൽ പിതാവേ, മാർ ടോണി നീലങ്കാവ് പിതാവേ, ഇത് പേപ്പർ പ്രസന്റ് ചെയ്ത KS ജെയിംസ് സാറേ, ശ്രീ ജെയിംസ് മാത്യു MLA, ശ്രീ TK ജോസ് സാറേ, ബഹുമാനപ്പെട്ട അഭിവന്യ പിതാക്കന്മാരെ, വൈദികരെ, പ്രിയ സുഹൃത്തുക്കളെ, ശ്രീ KS ജെയിംസ് സാർ വളരെ മനോഹരമായി വിശദമായി ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. ഒത്തിരി ഉൾക്കാഴ്ചകൾ നൽകുന്ന പ്രസന്റേഷനാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രസന്റേഷനോട് ചേർന്ന് 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ ആശിക്കുക. ക്രൈസ്തവർ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലും സ്കൂൾ എഡ്യൂക്കേഷൻ മേഖലയിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. സ്കൂളുകൾ നമുക്ക് ധാരാളമുണ്ട്, കോളേജുകൾ നമുക്ക് ധാരാളമുണ്ട്, നല്ല വിദ്യാഭ്യാസം കിട്ടിയ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇവരെവിടെയാണ് അബ്സോർബ് ചെയ്യപ്പെടുക? ജെയിംസ് സാറ് ലോവർ എംപ്ലോയ്മെന്റ് അവസരങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ എടുക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞോട് ചേർന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ക്രൈസ്തവർ ഇവിടെ നിൽക്കുമെന്ന് പറയാനായിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി എടുക്കാൻ കാരണം? യൂണിവേഴ്സിറ്റിയിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡീസ് നടക്കുക, യൂണിവേഴ്സിറ്റിയിലാണ് ഗവേഷണം നടക്കുക, MPhil PhD ഗവേഷണം നടക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പൊ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ക്രൈസ്തവർ എവിടെ നിൽക്കണമെന്നാണ് ഞാൻ പറയാൻ ആശിക്കുക. വിദ്യാഭ്യാസം കിട്ടിയ അനേകം ക്രൈസ്തവരുണ്ടെങ്കിലും, കുറെ പേര് കോളേജുകളിൽ, കുറെ പേര് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവരെത്ര പേര് യൂണിവേഴ്സിറ്റികളിൽ എത്തിയിരിക്കുന്നു? ഞാൻ അതിന്റെ ചെറിയൊരു കണക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വെച്ചാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുക. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ 21 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, 150 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട് അവിടെ. പക്ഷെ അവിടെ 17 ക്രിസ്ത്യൻ അധ്യാപകരേ ഉള്ളൂ. 21 ഡിപ്പാർട്ട്മെന്റും 150 ഫാക്കൽറ്റി മെമ്പേഴ്സുമുള്ള കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലുള്ള ക്രിസ്ത്യൻ സാന്നിധ്യം 17 പേരാണ് ടീച്ചേഴ്സായിട്ട്.
MG യൂണിവേഴ്സിറ്റി ക്രൈസ്തവ കോളേജുകൾ ധാരാളമുള്ള ഒരു പ്രദേശത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അല്ലെങ്കിൽ അതിനെല്ലാം ക്രോഡീകരിക്കുന്ന, അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന, ദിശാബോധം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി 16 സ്കൂളുകളുണ്ട്. ആ 16 സ്കൂളുകളിൽ 103 ഫാക്കൽറ്റിയാണ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുക. അതിൽ 35 പേരാണ് ക്രൈസ്തവ അധ്യാപകര്. അപ്പം 35 പേരാണ് അവിടെ ക്രൈസ്തവ അധ്യാപകരായിട്ട് MG യൂണിവേഴ്സിറ്റി സെന്ററിലുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 34 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ 148 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 18 പേരെ ക്രൈസ്തവരായിട്ടുള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയിൽ 42 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ 200 അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ 34 പേരെ ക്രൈസ്തവ അധ്യാപകരായിട്ടുള്ളൂ. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി താനൂരുള്ള മലയാള യൂണിവേഴ്സിറ്റിയിൽ 14 ഫാക്കൽറ്റിയിലായിട്ട് 30 അധ്യാപകരുണ്ട്. പക്ഷെ ഒറ്റ ക്രൈസ്തവ അധ്യാപകരെ അവിടെയുള്ളൂ. സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള കാസർഗോഡ് 27 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെ 124 അധ്യാപകരുണ്ട്. പക്ഷേ 21 ക്രിസ്ത്യൻ അധ്യാപകരേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചു വന്നേ, റിസർച്ച് നടക്കുന്ന സ്ഥലങ്ങളിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ, MPhil PhD റിസർച്ച് നടക്കുന്ന സ്ഥലങ്ങളിൽ ക്രൈസ്തവ സാന്നിധ്യം വളരെ വിരളമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതാണ്. അവിടെ ക്രൈസ്തവർ വരുന്നത് ജാതി അടിസ്ഥാനത്തിലോ മത അടിസ്ഥാനത്തിലോ അല്ല ഉന്നത വിദ്യാഭ്യാസത്തിലെ അപ്പോയിന്റ്മെന്റ് നടക്കേണ്ടത് നമുക്കൊക്കെ അറിയാം. അവിടെ ക്വാളിറ്റിയാണ്. അവിടെ സ്വാഭാവികമായിട്ടും നെറ്റായിരുന്നു അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന മാനദണ്ഡം. നെറ്റോ JRFO, പിന്നീട് ഡോക്ടറേറ്റ് ആയാൽ മതി എന്ന് വന്നു. അതോടൊപ്പം ഡൈലൂഷൻ വന്നു, ഒത്തിരി വെള്ളം ചേർക്കൽ വന്നു. വന്നപ്പോൾ നമ്മൾ കാണുന്ന ഒരു അസന്തുലിതാവസ്ഥയുണ്ട്, ഡിസ്പാരിറ്റി ഉണ്ട്. അപ്പോൾ 19% ഒരു ജനവിഭാഗത്തിന് അതിന് ആനുപാതികമായിട്ടുള്ള ജോലി സാധ്യത യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നമ്മൾ കാണുന്നില്ല. അത് ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കണക്ക് എടുത്തത്. ഞാൻ ജെയിംസ് സാർ അവതരിപ്പിച്ച ആ കണക്കിനോട് ചേർന്ന് തന്നെ പറയാൻ ആശിച്ചത്, ഗവൺമെന്റിന്റെ പൊതുമേഖല ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിൽ ക്രൈസ്തവ സാന്നിധ്യം താരതമ്യേന വളരെ കുറവാണ് എന്ന് പറയാനാണ്. കേരളത്തിന് പുറത്തുള്ളത് വിടുക, കേരളത്തിന് പുറത്തുള്ള ഒറ്റ യൂണിവേഴ്സിറ്റി ഞാൻ എടുത്തിട്ടില്ല. കേരളത്തിലുള്ള ഈ പറഞ്ഞ 7 യൂണിവേഴ്സിറ്റി എടുത്ത് വിഷയങ്ങൾ കുസാറ്റ് എടുത്തിട്ടില്ല. ബാക്കി യൂണിവേഴ്സിറ്റികളിൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ടീച്ചേഴ്സിന്റെ പ്രൊഫൈൽ നോക്കി അതിന്റെ വെളിച്ചെടുത്തിരിക്കുന്ന അനാലിസിസ് ആണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം കിട്ടുന്നവര്, ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്ന ക്രൈസ്തവർ പോലും വേറെ ഏതൊക്കെയോ വഴികളിൽ കൂടെ ജോലി തേടേണ്ടി വരുന്നു. അത് സൃഷ്ടിക്കുന്ന കമ്പൾഷനാണ് പലരെയും പുറത്തേക്ക് പോകാൻ കാരണമാക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മളിത് 80കളിൽ പഠിപ്പിക്കാൻ കയറിയവരുടെ തൊട്ട് കണക്കാണ്. 2021 വരെയുള്ള ഡേറ്റ വെച്ചാണ്. 60ലാണ് ഈ ടീച്ചേഴ്സ് എല്ലാം റിട്ടയർ ചെയ്യുക. അപ്പോൾ അതൊരു ഫാക്ടറാണ്. എന്തുകൊണ്ട് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ക്രൈസ്തവ സാന്നിധ്യം വളരെ പരിമിതമായിരിക്കുന്നു? ജാതി അടിസ്ഥാനത്തിൽ സംവരണം ചെയ്യണമെന്നല്ല, പക്ഷേ തുല്യമായ ജോലി അവസരം കിട്ടണമെന്നുള്ളത് 1932 to 37 വരെ നടന്ന നിവർത്തന പ്രസ്ഥാനത്തില് ക്രൈസ്തവരും മുസ്ലിംസും ഈഴവരും ഒരുമിച്ച് വാദിച്ചിരുന്നതാണ്. അപ്പൊ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്ന സാമുദായിക കൂട്ടിച്ചേരലില് തുല്യ ജോലി അവസരം എന്നുള്ളത് കേരളം വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യ സമര പ്രക്രിയയിലും സ്വതന്ത്ര ഇന്ത്യയുടെ എങ്ങനെയുള്ളതായിരിക്കുന്ന ആശയത്തിലും ഉൾച്ചേർന്നിരുന്ന അവിഭാജ്യ ഘടകമാണ്. പക്ഷേ ആ ഒരു തുല്യ അവസരം ഇന്ന് കാണുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ തുല്യ ജോലി അവസരം എന്തുകൊണ്ടോ ഈ വിഭാഗത്തിന് കിട്ടാതെ പോകുന്നു എന്നുള്ളത് മുന്നിൽ അവതരിപ്പിക്കാൻ ആശിക്കാം. രണ്ടാമത്തെ കാര്യം ജെയിംസ് സാർ പറഞ്ഞിട്ട് ചേർന്ന് തന്നെ പറയാൻ ആശിക്കുകയാണ്. ഡിസ്ട്രസ് ലാൻഡ് സെയിലിന്റെ ഫലമായിട്ട് വളരെയേറെ ലാൻഡ് ഹോൾഡിംഗ് കുറഞ്ഞു എന്നുള്ള സത്യമാണ്. TK ജോസ് സാർ പറഞ്ഞതുപോലെ ലാൻഡ് സെയിലിന്റെ ഇന്റൻസിറ്റി പല രീതിയിലാണ് അനുഭവപ്പെടുക. ഇപ്പൊ കോതമംഗലം രൂപതയിലുള്ള പഴമ്പള്ളിച്ചാല്, മാമലക്കണ്ടം, മണികണ്ഠൻ ചാല്, മലയിഞ്ചി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം
30 സെന്റ് തൊട്ട് 70 സെന്റ് വരെയുള്ളൂ 50-60% ആൾക്കാർക്ക്. അവർക്ക് വളരെ ഭയങ്കരമായിട്ടുള്ള